ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. നല്ല വാക്കുകൾക്കായിട്ട് നന്ദി പറയുന്നു. നമുക്ക് ഒരു കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും കേൾക്കാമല്ലോ? കേൾക്കാം. നമുക്ക് ഒരു ദിവസം കൂടെ, അല്ലെങ്കിൽ ഒരു ചൊവ്വാഴ്ച കൂടെ നമുക്ക് ദൈവം ദാനമായി തന്നിരിക്കുകയാണ്. മിസ് പറഞ്ഞതുപോലെ ഈ 2024 അവസാനിക്കാൻ ഇനി 4-5 ആഴ്ചകൾ മാത്രമേ ഉള്ളൂ. അപ്പോ നാം മനസ്സിലാക്കേണ്ടത്, നാം ഒരു പടി കൂടെ ആ ദൈവരാജ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. അപ്പോ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിച്ചുകൊണ്ട്, നമ്മുടെ സംസാരങ്ങളെ ക്രമീകരിച്ചുകൊണ്ട്, നമ്മുടെ ചിന്തനങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ആഹ്വാനം കൂടെയാണ് ഇന്നത്തെ പാഠം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ചിന്തിക്കാം. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് അല്പ ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന അതിന് ഉതകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഈ സമയം ഒഴിവാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. 9ാമത്തെ പാഠം, ജീവന്റെ ഉറവിടം. നമുക്ക് തന്ന വേദഭാഗം നമ്മൾ വായിച്ചു കഴിഞ്ഞു, എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി വായിക്കുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സകല ചരാചരങ്ങളുടെയും സൃഷ്ടികർത്താവ്, അടിയങ്ങളുടെ ജീവന്റെ ഉടയവനും പരിപാലകനുമായിരിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, തിരുനാമത്തിനായി സ്തോത്രം. അടിയങ്ങൾ ആ ദൈവമേ ജീവന്റെ ഉറവിലേക്ക് വരുവാൻ ഒരു പടി കൂടെ അടിയങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നപ്പാ. കർത്താവെ, അടിയങ്ങൾ എപ്രകാരം ജീവിച്ചു എന്ന് അടിയങ്ങൾക്ക് തന്നെ അറിയില്ല. അതിനെ വിചിന്തനം ചെയ്യേണ്ട സന്ദർഭങ്ങൾ ധാരാളം അടിയങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ പാഠവും അതിന് ഉതകുന്നതാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ ആദ്യമായിട്ട് അടിയാളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ശാരീരിക ബുദ്ധിമുട്ട്, പ്രയാസമുണ്ട്. എന്റെ കർത്താവെ, ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് ഈ പാഠം പഠിക്കുവാൻ അടിയങ്ങളെ ഒരുക്കുമാറാകണം. അടിയാളുടെ കുറവുകളെ, അകൃത്യങ്ങളെ, പാപങ്ങളെ ഒക്കെയും ക്ഷമിച്ച് മാപ്പ് തന്ന് അങ്ങയുടെ വചനം സംസാരിക്കുവാൻ ഒരുക്കുമാറാകണം. അപ്പാ, ശബ്ദം തരണം, വെളിച്ചം തരുമാറാകണം. ഒരു തടസ്സവും ഉണ്ടാകുവാൻ അനുവദിക്കരുത്. കേൾവിക്കാരായിരിക്കുന്ന എല്ലാവരെയും കാത്തുകൊള്ളുമാറാകണം. അങ്ങനെയാണോ എന്ന് ശോധന ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ എന്റെ കർത്താവ് സഹായിക്കണം. സർവവും യേശു ക്രിസ്തുവിൽ അപേക്ഷിക്കുമ്പോൾ യാചന കേൾക്കണം, പരിശുദ്ധമുള്ള പിതാവേ. ആമേൻ. നമുക്കിവിടെ തന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. കർത്താവായ ക്രിസ്തു നിഷ്കർഷമായിട്ട് പറയുകയാണ്, ഞാൻ തന്നെയാണ് വഴി, ഞാൻ തന്നെയാണ് സത്യം, ഞാൻ തന്നെയാണ് ജീവൻ. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. എന്നിലൂടെ മാത്രമേ പിതാവിന്റെ സന്നിധിയിൽ കടന്നു ചെല്ലാൻ കഴിയുള്ളൂ. കർത്താവിനെ സ്വീകരിക്കാത്തവർക്ക് ദൈവത്തിന്റെ അടുക്കൽ പോകാൻ പറ്റത്തില്ല. ഇന്ന് പല ആൾക്കാരും യേശുക്രിസ്തുവും ദൈവമല്ല എന്നും ദൈവത്തിന്റെ പുത്രനാണ് എന്നും അത് നമ്മൾ ആരാധിക്കേണ്ട ആവശ്യമില്ല എന്നും ഒക്കെ പറയുന്ന വ്യക്തികള് ഈ കർത്താവായ ക്രിസ്തുവിലൂടെ മാത്രമേ സ്വർഗത്തിൽ കയറാൻ പറ്റുകയുള്ളെന്ന് യോഹന്നാന്റെ സുവിശേഷം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിച്ചിരിക്കുമ്പോൾ നാം അതിൽ നിന്ന് വ്യതിചലിച്ചു പോകേണ്ടത് ആവശ്യമില്ല. വഴി, അവിടെ സങ്കീർത്തനം 119 പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ വചനം നിന്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കട്ടെ എന്ന്. അപ്പോ കർത്താവ് വഴി എന്നാണ് പറയുന്നത്. നമ്മുടെ വഴി കർത്താവിനെ ഏൽപ്പിക്കുക, കർത്താവ് നമ്മെ നടത്തിക്കൊണ്ടു പോകും. പിന്നെ സത്യവും ജീവനും. സത്യം, നാം സത്യത്തിൽ ഉറച്ചു. കർത്താവായ ക്രിസ്തു സത്യമാണ്. കർത്താവായ ക്രിസ്തുവിന്റെ വചനം സത്യമാണ്, ജീവിതം സത്യമാണ്. ഇതൊക്കെയും സത്യമാകുമ്പോൾ ആ കർത്താവിൽ വിശ്വസിക്കുക, ആ സത്യവചനത്തെ വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിച്ചാൽ നമുക്ക് ജീവൻ ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പോ നടക്കേണ്ടുന്ന വഴി കർത്താവ് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വഴിയെ കൂടെ നടന്ന് സത്യം എന്താണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ സത്യം പഠിച്ചുകൊണ്ട് ഇരുന്നാല്, കർത്താവ് പറഞ്ഞ വഴിയിലൂടെ നടന്ന് കർത്താവിന്റെ സത്യവചനം പഠിച്ച് ഇരിക്കുമ്പോൾ നിനക്ക് ജീവൻ ലഭിക്കും. അവിടെയാണ് പൂർണ്ണമാകുന്നത്. അവിടെ ആകുമ്പോൾ ആ കർത്താവിനെ സ്വീകരിക്കാൻ കഴിയും. ആ വ്യക്തിക്ക് പിതാവിന്റെ സന്നിധിയിൽ എത്തുവാൻ കഴിയും.
ഇവിടെ കർത്താവ് ആരാണ് എന്ന് ചോദിച്ച ചോദ്യത്തിന് ഞാനാകുന്നവൻ എന്നാണ് പറയുന്നത്. അയ്യാം, ഞാനാകുന്നവൻ എന്നാണ് കർത്താവ് അവിടെ പറയുന്നത്. ആ ദൈവം ആയിരുന്നല്ലോ ആ ദൈവമായിരുന്നു കത്തുന്ന മുൾപ്പടർപ്പിൽ മോശയ്ക്ക് പ്രത്യക്ഷനായത്. ഞാനാകുന്നവൻ ഞാനാകുന്നു. മോശയ്ക്ക് കത്തുന്ന മുൾപ്പടർപ്പില് പ്രത്യക്ഷനായ കർത്താവായ ക്രിസ്തു പറയുകയാണ്, ഞാനാകുന്നവൻ ഞാനാകുന്നു. നിന്റെ ജീവിതത്തില് ഉണ്ടാകുന്ന ആ മുൾപ്പടർപ്പില് കഷ്ടതയാകുന്ന, പ്രയാസമാകുന്ന, വേദനയാകുന്ന, കണ്ണുനീരാകുന്ന, നെടുവീർപ്പാകുന്ന, അതുപോലെ പരിഹാസമാകുന്ന, നിന്ദയാകുന്ന ആ മുൾപ്പടർപ്പില് അണയാത്ത അഗ്നിയായിട്ട് കർത്താവായ ക്രിസ്തു അവിടെ ഉണ്ടാകും. ജീവന്റെ ഉറവിടയായിട്ട് അവിടെ ഉണ്ടാകും. ആ മുൾപ്പടർപ്പിൽ നിന്നെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആ മുൾപ്പടർപ്പില് മോശയ്ക്ക് പ്രത്യക്ഷനായ ദൈവം കർത്താവായ ക്രിസ്തു എന്തുകൊണ്ട് നിന്റെ ജീവിതത്തിൽ പ്രത്യക്ഷനാകത്തില്ല? മറന്നു പോകരുത്. കർത്താവ് നിന്റെ ജീവിതത്തിൽ പ്രത്യക്ഷനായിട്ട് വരും. ആ കർത്താവാണ് പറയുന്നത്, ഞാനാകുന്നവൻ ഞാനാകുന്നു. എന്നെ മറികടക്കുവാൻ ആരുമില്ല, എന്നെ തുലനം ചെയ്യുവാനും ആരുമില്ല. ഞാനാകുന്നവൻ ഞാൻ തന്നെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ കർത്താവിന്റെ സവിശേഷത എന്താന്ന് വെച്ചാല്, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാനാകുന്നവൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ജീവന്റെ അപ്പമാണ്, ആടുകൾക്കുള്ള വാതിലാണ്, നല്ല ഇടയനാണ്, സാക്ഷാൽ മുന്തിരിവള്ളിയാണ്. കർത്താവിന്റെ സവിശേഷതകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പര്യായങ്ങൾ. ഇവിടെ പറയുന്നത് വഴിയും സത്യവും ജീവനും ആകുന്നു, പിന്നെ ഞാനാകുന്നവൻ ഞാനാകുന്നു, പിന്നെ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, പിന്നെ ജീവന്റെ അപ്പമാകുന്നു, ആടുകൾക്കുള്ള വാതിൽ. ആടുകൾക്ക് കടന്നു ആ സമാഗമന കൂടാരത്തില് ഒരു വാതിലുണ്ടായിരുന്നു. ആ വാതിൽ ആരായിരുന്നു? കർത്താവായ ക്രിസ്തു ആയിരുന്നു. കർത്താവായ ക്രിസ്തു ആകുന്ന വാതിലൂടെ കടന്ന് ആ യാഗപീഠത്തിലേക്ക് അവിടെ കൊണ്ടുവന്ന് യാഗവസ്തുവിനെ യാഗമർപ്പിക്കണം. കർത്താവായ ക്രിസ്തുവിലൂടെ നാം കടന്നു ചെല്ലണം. അതാണ് ഇവിടെ പറയുന്നത്. നല്ല ഇടയൻ. ഇന്ന് നമുക്ക് നല്ല ഇടയന്മാരുണ്ട്. നല്ല ഇടയന്മാരുണ്ടോ? ഇല്ല, കുറവാണ്. കുറവാണ്. ഇന്ന് ധാരാളം ഇടയന്മാരുണ്ട്, പക്ഷെ നല്ല ഇടയന്മാരുണ്ടോ എന്ന് ചോദിച്ചാൽ ചികഞ്ഞു നോക്കണം, അല്ലെ? അരിപ്പ വെച്ച് അരിക്കണം, നല്ല ഇടയന്മാരുണ്ടോ എന്നറിയാൻ. പിന്നെ പറയുന്ന സാക്ഷാൽ മുന്തിരിവള്ളിയാണ്. കർത്താവ് മുന്തിരിവള്ളിയും നമ്മള് കൊമ്പുകളുമാണെന്നാണ് പറയുന്നത്. ജീവന്റെ ഉറവിടം. ആ മുന്തിരിവള്ളിയില് ചുറ്റിപ്പടഞ്ഞു കിടക്കണം. എങ്കിൽ മാത്രമേ നിന്റെ സകല കഷ്ടതയിൽ നിന്നും പ്രയാസത്തിൽ നിന്ന് നിനക്ക് വീണ്ടെടുക്കുവാൻ കഴിയൂ. ആ ജീവന്റെ ഉറവയിലേക്ക് നിന്ന് നാം കുടിക്കണം. നാം പലപ്പോഴും ആ ജീവന്റെ യിരെമ്യാ പ്രവചനം 7-ാം അധ്യായത്തിൽ പറയുന്ന, നീ എന്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. 1, കർത്താവായ ക്രിസ്തുവിനെ ഉപേക്ഷിച്ച്, 2, ജീവന്റെ ഉറവയായ ക്രിസ്തുവിനെ ഉപേക്ഷിച്ചിട്ട് പൊട്ട കിണറിൽ കുഴിച്ചെന്ന് പറയുന്നു. ഇന്ന് നാം അങ്ങനെയാണ്, പൊട്ട കിണറിൽ കുഴിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് ഇന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതാണ് പറയുന്നത്, ഞാൻ ജീവന്റെ ഉറവയാണ്, എന്നിൽ നിന്ന് കുടിക്കുന്നവൻ ഒരിക്കലും ദാഹിക്കുകയില്ല. ഈ ഉറവയിൽ നിന്ന് കുടിക്കുന്നവൻ ഒരിക്കലും ദാഹിക്കത്തില്ല. ദാഹിക്കോ? ഒരിക്കലും ദാഹിക്കാത്ത ഉറവയാണ് അവിടെ ഉള്ളത്. അത് ഒരിക്കലും പറ്റത്തുമില്ല. നല്ല കണ്ണുനീർ പോലെ, എന്താണ്, കണ്ണുനീർ തുള്ളി എപ്രകാരം നേർമയുള്ളതാണോ, ശുദ്ധിയുള്ളതാണോ, അതുപോലെ ശുദ്ധിയുള്ള പിന്നെ ജലമെന്നാണ് പറയുന്നത്. അവിടെ നമുക്ക് അവനിൽ ജീവൻ ഉണ്ടായിരുന്നു എന്നിവിടെ പറയുന്നു. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. അത് കർത്താവായ ക്രിസ്തുവിനെ ത്യജിച്ചതിന് ശേഷമാണ് അവർക്ക് മനസ്സിലാകുന്ന അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു എന്ന്. കർത്താവായ ക്രിസ്തുവിന്റെ ജീവൻ എന്ന് പറയുന്നത് നമ്മിൽ വീശുന്ന വെളിച്ചമാണ്. ഇസ്രായേൽ ജനത്തിന് പകൽ മേഘസ്തംഭമായിട്ടും രാത്രി അഗ്നിസ്തംഭമായിട്ടും വഴിയൊരുക്കി. കർത്താവ് അഗ്നിസ്തംഭമായിട്ട് മരുഭൂമിയിൽ നിന്നിരുന്നു എന്നാണ് പറയുന്നത്. ജീവന്റെ വെളിച്ചം. അവിടെ അവർക്ക് ഭൗമികമായിട്ടുള്ള വെളിച്ചവും കൊടുത്ത്, ജീവന്റെ വെളിച്ചവും അവർക്ക് കൊടുത്ത്, തനിക്ക് ഉള്ളിൽ ജീവൻ ഉള്ളതിനാൽ തനിക്ക് ഇഷ്ടമുള്ളവർക്ക് ജീവൻ കൊടുക്കുവാനും യേശുവിന് കഴിയുമെന്ന് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം പറയുന്ന, തനിക്ക് ഉള്ളിൽ ജീവൻ ഉള്ളതിനാൽ. നമുക്കുള്ളതല്ലേ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലാത്തത് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ അമ്മണിയമ്മ? ഇല്ല, അല്ലേ?
നമുക്കുള്ളത് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ കർത്താവായ ക്രിസ്തുവിന്റെ ഉള്ളില് ജീവനുണ്ട്. ആ ജീവൻ നമുക്ക് തരികയാണ് ചെയ്യുന്നത്. ഇതിലപ്പുറം പിന്നെ വേറെ എന്ത് വേണം? വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നാം നോക്കുമ്പോൾ യേശു എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 29, 3:16, 6:40, 10:10, 12:27 ഈ വാക്യങ്ങളിലെല്ലാം കർത്താവായ ക്രിസ്തു ഈ ഭൂമിയിൽ എന്തിനാണ് വന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ വന്നിരിക്കുന്നത്. അവിടെ പറയുന്നത് ലോകത്തിന്റെ പാപം ചുമക്കുന്നതിന് വേണ്ടിയിട്ടാണ് കർത്താവായ ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. ഈ വാക്യങ്ങളെല്ലാം വായിക്കുമ്പോൾ അത് തന്നെയുള്ള, നിങ്ങൾ വായിച്ചു നോക്കുക. ഇപ്പൊ വായിച്ചോണ്ടിരിക്കാൻ സമയമില്ല. ലോകത്തിന്റെ പാപം ചുമക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ രണ്ടാമത് പറയുന്നത് വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ നൽകുന്നതിന് വേണ്ടിയിട്ട്. കർത്താവിനെ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറയുന്നു. വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കർത്താവായ ക്രിസ്തു വന്നത്. വീണ്ടും അവിടെ പറയുന്നത് കുറിച്ച് പഠിപ്പിക്കാൻ. എന്താ? വിശ്വസിക്കാത്തവൻ ജീവനെ കാണുകയില്ല. അതെ അതെ, വിശ്വസിക്കാത്തവൻ എന്ത് ചെയ്യില്ല? ജീവനെ കാണത്തില്ല. അത് കാണാൻ പറ്റത്തില്ലല്ലോ. വിശ്വസിക്കുന്നവന് മാത്രമേ ആ ജീവൻ കൊടുക്കുകയുള്ളൂ. വിശ്വസിക്കാത്തവന് ജീവനെ കാണാൻ പറ്റത്തില്ല. അടുത്ത് എന്താണ് അവിടെ? ജീവൻ എന്ന് പറഞ്ഞ കർത്താവായ ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നതാണ്. ഉയർപ്പിനെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കർത്താവായ ക്രിസ്തു നാം ഓരോരുത്തരും മരിച്ചു കഴിഞ്ഞാല് വീണ്ടും ഉയർക്കും. ആ ഉയർപ്പ് ആർക്ക് ഉള്ളതാണ്? എങ്ങനെയുള്ളവർക്കാണ് വീണ്ടും ജനിക്കാൻ, വീണ്ടും ഉയർക്കാൻ കഴിയുന്നത്? വീണ്ടും എന്നല്ല, ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുന്നത് എന്നുള്ള ആ കാര്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കർത്താവായ ക്രിസ്തു വന്നത്. പഠിപ്പിച്ച മാത്രമല്ല, താൻ കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. ആദ്യ ഫലമായിട്ട്, മരിച്ചവരിൽ ആദ്യ ഫലമായിട്ട് കർത്താവായ ക്രിസ്തു തന്റെ പിതാവിന്റെ മുന്നിൽ നിന്ന് അങ്ങനെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. കർത്താവ് രഹസ്യത്തിൽ എണീറ്റ് പോയതല്ല. അവിടെ രാവിലെ വന്ന് എല്ലാവരും കണ്ട് മറ്റുള്ള ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. തോമസ് ചെന്ന് വിരലിട്ടൊക്കെ നോക്കി എല്ലാം എന്ത് ചെയ്തു? തിട്ടപ്പെടുത്തി. ഇത് തന്നെ കർത്താവായ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അവരോടൊപ്പം കുറച്ചു നാൾ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ഉയർപ്പിനെ കുറിച്ച്, ഉയർപ്പിന്റെ മഹത്വത്തെ കുറിച്ച് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കർത്താവായ ക്രിസ്തു വന്നത്. വീണ്ടും പറയുന്നത് സമൃദ്ധിയായി ജീവൻ ജനത്തിന് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. സമൃദ്ധിയായിട്ട് ജീവൻ ജനത്തിന് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കർത്താവായ ക്രിസ്തു വന്നത്. അപ്പോ ഞാൻ പറയുന്നത് കഷ്ടതയിൽ നാം എത്രമാത്രം ദൈവത്തോട് അടുക്കണമെന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി. അപ്പോ ഇവിടെ പറയുന്നത് സമൃദ്ധിയായിട്ട് ജീവൻ ജനത്തിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ സമൃദ്ധിയായിട്ട് കുറച്ചല്ല, ഒരു ശകലമല്ല കൊടുത്തത്, സമൃദ്ധിയായിട്ട് കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് ജീവൻ. അതിനു വേണ്ടിയിട്ടാണ് കർത്താവായ ക്രിസ്തു വന്നത്. പിന്നെ കഷ്ടതയിൽ നാം എത്രമാത്രം ദൈവത്തോട് അടുക്കണമെന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്. അപ്പൊ കർത്താവായ ക്രിസ്തു അവനിൽ ജീവൻ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ കർത്താവായ ക്രിസ്തു ഇവിടെ വന്നത് നിത്യജീവനെ പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇവിടെ വേറെ ഒന്നും നേടാനല്ല വന്നത്. നീതിമാന്മാരെ ചേർക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഒന്നാമത്തെ പ്രാവശ്യം വന്നത്. നിന്റെ നീതി പ്രവൃത്തി എന്താണെന്ന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ നീതിമാനാണോ എന്ന് കൊണ്ട് നടന്ന വ്യക്തികൾക്ക് തന്റെ നീതി പ്രവർത്തികൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു കൊടുക്കുന്നതിനും കൂടിയാണ് കർത്താവായ ക്രിസ്തു വന്നത്. ഇവിടെ നാം നോക്കുമ്പോഴ് പിച്ചള സർപ്പം ഉയർത്തി കാണിച്ചതായിട്ട് നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞു. എങ്കിലും പിച്ചള സർപ്പം അതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആ പിത്തള സർപ്പത്തെ ഉയർത്തി കാണിക്കേണ്ടി വന്നത് എന്ന് നാം ചിന്തിക്കുമ്പോൾ അവിടെ ആ പാമ്പ് കടി ഏൽക്കാൻ കാരണം എന്താണ്? ജനത്തെ നയിച്ചു കൊണ്ടുവന്ന കർത്താവായ ക്രിസ്തു, പിതാവായ ദൈവം മോശ മുഖാന്തരം ആ ജനത്തെ ആ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി മരുഭൂമിയിൽ കൊണ്ടുവന്ന് ആ സർപ്പത്തെ കടിപ്പിക്കാനുള്ള, അല്ലെങ്കിൽ സർപ്പം കടിക്കാനുള്ള സാഹചര്യം എന്താണ്? സർപ്പം കടിച്ചിട്ടാണോ അവരെ കൊണ്ടുവന്നത്? ടീച്ചർ എന്തോ പറഞ്ഞു. അവരുടെ പാപത്തിന്റെ ആ കാഠിന്യതയാണത്.
അവരുടെ എന്തെന്നറിയാമോ? അവരുടെ പാപം അവരുടെ പടിവാതിൽക്കൽ കിടന്നു. അതാണ് പറയുന്നത്. പാപം പടിവാതിൽക്കൽ കടന്നു വന്നു. മാത്രമല്ല, പാപം അവരുടെ ചിന്തയിൽ കടന്നു വന്നു. പാപം അവരുടെ പ്രവൃത്തിയിൽ പ്രതിഫലിച്ചു. പാപം അവരുടെ ജീവിതത്തിൽ തെളിഞ്ഞു വന്നു. അതിനാലാണ് അവരുടെ എന്ത് ചെയ്തത്? പാപം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങൾ പാപിയാണെന്ന് പാപം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ആ പിത്തള സർപ്പത്തെ നോക്കാൻ ആവശ്യപ്പെട്ടത്. അപ്പൊ ആ പിത്തള സർപ്പത്തെ നോക്കുന്നതിൽ കൂടെ ആ പാപത്തെ അവർ കാണുകയും അതിലൂടെ കർത്താവായ ക്രിസ്തുവിനെ കാണണം. ആ കാൽവരി കുരിശിനെ നീ കാണണം. കർത്താവായ ക്രിസ്തു അനുഭവിക്കാൻ പോകുന്ന യാതനകളെ കുറിച്ച് നീ കാണണം. അതിനു വേണ്ടിയിട്ടാണ് ആ പിത്തള സർപ്പത്തെ ഉയർത്തി കാണിച്ചത്, അല്ലാതെ വിഗ്രഹാരാധനയല്ല. പാപം അവരുടെ പടിവാതിൽക്കൽ കടന്നുകൂടി. അവരുടെ ജീവിതത്തില്, പ്രവർത്തനത്തില്, സംസാരത്തില്, നോട്ടത്തില്, ആഹാര രീതിയില്, ആരാധന രീതിയിലൊക്കെയും പാപം കടന്നുകൂടി. അപ്പോൾ അവരെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവിടെയും ആ ഒരു അവസ്ഥ വന്നിട്ട് പോലും ദൈവം പറഞ്ഞത് അനുസരിക്കാത്ത കുറെ ജനത്തെ അവിടെ കണ്ടു എന്നാണ് പറയുന്നത്. അതാണ് നേരത്തെ പറഞ്ഞത്, നമുക്ക് എന്താണ് സമൃദ്ധിയായിട്ട് ജീവൻ തരും. ഇത് ഉൾക്കൊള്ളാത്തവർക്ക് എന്താണ് സമൃദ്ധിയായിട്ട് ജീവൻ ലഭിക്കുകയില്ല, അവര് മരിച്ചു പോകും ആണ് പറയുന്നത്. വിശ്വസിക്കാത്തവർക്ക് ജീവൻ ലഭിക്കുകയില്ല. അതിന് ഉദാഹരണമാണ് ഇവിടെ. പിത്തള സർപ്പത്തെ നോക്കാൻ പറഞ്ഞപ്പോൾ നോക്കാതെ മസിൽ പിടിച്ചിരുന്ന കുറെ ആൾക്കാരുണ്ട്. അവര് നിത്യമായിട്ട് എന്ത് ചെയ്തു? മരിച്ചു. മറ്റുള്ളവർക്ക് നിത്യജീവനല്ല കൊടുത്തത്, താൽക്കാലിക ജീവൻ കൊടുത്തു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഇവിടെ നാം ചിന്തിക്കേണ്ടത് എന്തെന്ന് വെച്ചാല്, കർത്താവില് ജീവൻ ഉണ്ടായിരുന്നു. കർത്താവില് ജീവൻ ഉണ്ടായിരുന്നു, സമൃദ്ധിയായിട്ട് നമുക്ക് തരുന്നതിന്. കർത്താവില് ജീവൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് സമൃദ്ധിയായിട്ട് നൽകാൻ സാധിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 12-13 അവിടെ നോക്കുമ്പോൾ, വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവൻ വ്യക്തിയിൽ നിന്നല്ല, ജഡത്തിൽ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്ന് അത്രേ വന്നത്. അത് നമുക്ക് ഇങ്ങോട്ട് ചിന്തിക്കാനുണ്ട്, അതുകൊണ്ട് അവിടെ ഞാൻ വിടുന്നു. അപ്പോ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഒരു ചോദ്യം ഇവിടെ തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, പിതാവിന്റെ സ്വഭാവത്തെ കുറിച്ച് യേശുവിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കാൻ കഴിയുന്നത്? ഈ വെളിപ്പെടുത്തൽ എന്തുകൊണ്ട് സദ്വർത്തമാനമാണ്? പിതാവിന്റെ സ്വഭാവത്തെ കുറിച്ച് യേശുവിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കാൻ കഴിയുന്നത്? പിതാവിന്റെ സ്വഭാവം എന്താണെന്ന് നമുക്കറിയാം, അല്ലെ? അതെ, സ്നേഹവാനായ പിതാവിന്റെ സ്വഭാവം എന്താണ്? ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. ആ സ്നേഹം എപ്രകാരമാണ് എന്ന് കാണിച്ചു തരുന്നതിനാണ് കർത്താവായി ക്രിസ്തു ഇവിടെ വന്നത്. ആ സ്നേഹം കർത്താവായി ക്രിസ്തു തന്റെ ജീവനിലൂടെ കാണിച്ചു കൊടുത്തു. ഒരു കന്നത്ത് അടിച്ചപ്പോൾ മറു കന്നം കൂടെ കാണിച്ചു കൊടുത്തു. അവിടെ ഞാൻ കർത്താവായി ക്രിസ്തു ആണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നിന്നില്ല, ആ സ്നേഹത്തെ കാണിച്ചു കൊടുത്തു. അതാണ് പറയുന്നത്. ആ സ്നേഹം അവിടെ ദൈവത്തിന്റെ ആ സ്വഭാവം എന്ന് പറയുന്നത് സ്നേഹം. ആ സ്നേഹത്തെ കർത്താവായ ക്രിസ്തു കാണിച്ചു തരുന്ന അതാണ് സദ്വർത്തമാനം. കർത്താവായ സദ്വർത്തമാനം എന്ന് പറയുന്നത്, നല്ല വർത്തമാനം എന്ന് പറയുന്നത്, നല്ല സുവിശേഷം, നല്ല വിശേഷം, അത് കർത്താവായ ക്രിസ്തുവാണ്. കർത്താവായ ക്രിസ്തുവിനെ കുറിച്ചുള്ള വിശേഷമാണ് അവിടെ കാണുന്നത്. സദ്വർത്തമാനം, നല്ല വർത്തമാനം, അതാണ് ഇന്നത്തെ നല്ല വർത്തമാനം എന്ന് നാം മനസ്സിലാക്കണം. അപ്പോ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. കർത്താവായ ക്രിസ്തുവില് ജീവൻ ഉണ്ടായിരുന്നു. ഈ ജീവൻ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? ഉണ്ടോ? കർത്താവായ ക്രിസ്തുവില് ജീവൻ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഉണ്ട്. അല്ലേ? എത്രയോ, എന്നെ സംബന്ധിച്ച് നോക്കുമ്പോ എത്രയെന്ന് തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല. എനിക്ക് നാളെ മുതല് കർത്താവിന്റെ സ്നേഹം ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇന്ന് വരെ. ദൈവം അത്ഭുതമല്ലേ, അത്ഭുതവാനല്ലേ. അതെ. അപ്പോ ആ സ്നേഹം നമ്മൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കേണ്ട ആവശ്യമുണ്ട്. അവന്റെ സ്നേഹം ഉണ്ടായിരുന്നു.
നിത്യജീവന്റെ വചനം ഇവിടെ നോക്കുമ്പോൾ 5000 പേർക്ക് ഭക്ഷണം കൊടുത്തത് പിന്നെ ജീവന്റെ അപ്പമാകുന്നു എന്ന് യേശു പറയുന്നു. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ജീവിതം, മരണം, ഉയർപ്പ് എന്നിവ നിത്യജീവന്റെ ഉറവയാകുന്നു എന്നാണ്. ചില ആൾക്കാര് അതിനെ തെറ്റിദ്ധരിച്ച് പറയാറുണ്ട്. 5000 പേർക്ക് ആഹാരം കൊടുത്തു. അത് എന്താണ്? ജീവന്റെ അപ്പമെന്ന് കർത്താവ് പറഞ്ഞത് ശരി തന്നെയാണ്. ജീവന്റെ അപ്പമാണ്. ജീവന്റെ അപ്പം ആണ് കർത്താവ് അവിടെ വീതിച്ചു കൊടുത്തത് എന്നാണ് ഇന്ന് തെറ്റിദ്ധാരണയിലൂടെ പഠിപ്പിച്ച് മനസ്സിലാക്കുന്നത്. എന്നാൽ കർത്താവായ ക്രിസ്തു ജീവന്റെ അപ്പം എന്ന് പറഞ്ഞത് കർത്താവിന്റെ ജീവിതം, മരണം, ഉയർപ്പ് എന്നിവയാണ് നിത്യജീവന്റെ ഉറവിടമാകുന്നു എന്ന് കർത്താവായ ക്രിസ്തു പറഞ്ഞത്. ഇതെല്ലാം നിത്യജീവന്റെ ഉറവിടമാണ്. ജീവന്റെ അപ്പം എന്ന് പറയുന്നത് കർത്താവായ ക്രിസ്തുവിന്റെ വചനം അല്ലെ? കർത്താവായ ക്രിസ്തുവിന്റെ ജീവിതം, കർത്താവായ ക്രിസ്തു ഇവിടെ ഭൂമിയിൽ വന്നത് എന്തിനാണെന്നുള്ള പഠിപ്പീര്, ഇതൊക്കെയാണ് ആ നിത്യജീവന്റെ വചനം എന്ന് പറയുന്നത്. ആ നിത്യജീവന്റെ വചനം നാം മനസ്സിലാക്കിക്കൊണ്ട് അവിടെ മരണം, ഉയർപ്പ്, നിത്യജീവൻ, യേശുവിന്റെ ജീവിതം. യേശുവിന്റെ ജീവിതം എപ്രകാരമുള്ളതായിരുന്നു? നല്ല സുഭിക്ഷമായിട്ടുള്ള ജീവിതമായിരുന്നോ? അല്ല, കഷ്ടതയും പ്രയാസവും വേദനയും അല്ലെ, നിന്നയും ജീവിച്ച് കഷ്ടതയും പ്രയാസവും കണ്ണുനീരും എല്ലാം ദൈവത്തിനുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമുക്കാണ് ഇപ്രകാരമുള്ള പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ദൈവത്തെ പഴിച്ചു പറയാതിരിക്കൂ. ശരിയാണ്, തീർച്ചയായിട്ടും. ആ അനുഭവത്തിന്റെ 10-1 അനുഭവിക്കുകയല്ലോ. അതെ, നമ്മൾ പറയും 1000 അംശം പോലും അനുഭവിക്കുകയല്ല. നമ്മൾ ഇത്രയൊക്കെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ വചന ദൈവ സന്നിധിയില് കാണിക്ക കൊടുത്ത് നേർച്ച കൊടുത്ത് പ്രാർത്ഥിച്ച് എന്നിട്ട് പോലെ എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു അനുഭവം വന്നിരിക്കുന്നത്? എന്റെ അയൽവാസി ഇതൊന്നും ചെയ്യാതിരുന്നിട്ട് അവര് നന്നായിട്ട് ജീവിക്കുന്നു, എനിക്ക് മാത്രം എന്താണ് ഈ കഷ്ടവും ദുഃഖവും പ്രയാസവും എന്ന് പറഞ്ഞ് ദൈവത്തോട് പിറുപിറുക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്, ധാരാളം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവിടെ ചിന്തിക്കേണ്ടത്, എനിക്ക് ഇത്രയൊക്കെ വന്നു എങ്കിലും ഞാൻ ദൈവത്തെ പ്രാർത്ഥിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന എനിക്ക് ഇപ്രകാരമാണ് എങ്കിൽ ഇതൊന്നും ചെയ്യാത്ത ആ വ്യക്തിക്ക് ഇനി എപ്രകാരമാണ്, എന്തെല്ലാമാണ് ലഭിക്കാൻ പോകുന്നതെന്ന് നാം ചിന്തിക്കണം. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. നമുക്ക് കഷ്ടതയും പ്രയാസവും വന്നുവെങ്കിലും നമ്മെ ദൈവം എന്താണ് നിലനിർത്തി കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഇവിടെ എങ്ങനെയാണ് നമുക്ക് നിത്യജീവൻ ഉണ്ടാക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം ഇവിടെ കുറെ വാക്യങ്ങളുണ്ട്. 3:15, 16, 5:24 ഈ വാക്യങ്ങളെല്ലാം വായിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് നിത്യജീവൻ ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാല് കർത്താവിൽ വിശ്വസിക്കണം. അവനിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവൻ. അതാണ്, അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അതായത് കർത്താവായ ക്രിസ്തുവിൽ നീ വിശ്വസിക്കണം. നീ കർത്താവായ ക്രിസ്തുവിൽ വിശ്വസിക്കണം. രണ്ടാമത് പറയുന്നത് വചനം കേട്ട് വിശ്വസിക്കണം. കർത്താവായ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരുണ്ട്. എനിക്ക് കർത്താവായ ക്രിസ്തുവിനെ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാരെ എനിക്ക് ധാരാളം അറിയാം. ഞാൻ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് പല ആൾക്കാരും പറയാറുണ്ട്, ഞാൻ എല്ലാ പള്ളികളിലും പോകും, എല്ലാ കാണിക്കപ്പെട്ടിയിലും ഞാൻ കാണിക്കയിടും എന്നൊക്കെ പറയാറുണ്ട്. അവരോട് എനിക്ക് ഒന്നും വിവരിച്ച് പറയാനൊന്നും പറ്റത്തില്ല. സമയം കിട്ടുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. എല്ലായിടത്തും പോയി കഴിഞ്ഞാൽ ആരും നിങ്ങൾക്ക് കാണത്തില്ല. ഒറ്റ വാക്കിൽ പറയും, എല്ലായിടത്തും കൂടെ പോയാൽ ആരും കാണത്തില്ല, ആരെങ്കിലും ഒരാളിനെ മുറുകെ പിടിക്കുക. എന്താ എല്ലായിടത്തും കൂടെ പോയാൽ ആരും കാണില്ല, 2 വള്ളത്തെ കാല് ഊന്നുന്ന പോലെ ഇരിക്കും. അത് തന്നെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ കർത്താവിൽ വിശ്വസിക്കണം. നീ എങ്ങനെ വിശ്വസിക്കണം? വചനം കേട്ട് വിശ്വസിക്കണം. ദൈവത്തിന്റെ വചനം 20 തരമുള്ള മൂർച്ചയേറിയ വാളാണ്. ആ വചനം കേട്ട് നീ വിശ്വസിക്കണം. പിന്നെ ഇവിടെ പറയുന്നത് പുത്രനിലൂടെ ദൈവത്തെ നോക്കുന്നവർ വചനത്തിൽ നിലനിൽക്കുന്നവൻ എന്നാണ് പറയുന്നത്. പുത്രനിലൂടെ ദൈവത്തെ നോക്കുന്നവൻ. പിന്നെ വചനത്തിൽ എങ്ങനെയാണ് നമുക്ക് നിത്യജീവൻ ഉണ്ടാക്കുന്നത്? നിത്യജീവൻ ഉണ്ടാക്കാനുള്ള വഴിയാണ് ഇവിടെ പറഞ്ഞു തന്നത്. ഒന്നാമത് കർത്താവിൽ വിശ്വസിക്കണം, രണ്ടാമത് വചനം കേട്ട് വിശ്വസിക്കണം, മൂന്നാമത് പുത്രനിലൂടെ ദൈവത്തെ നോക്കണം,
നാലാമത് പറയുന്നത് വചനത്തിൽ നിലനിൽക്കുന്നവൻ. വചനം കേട്ടാൽ മാത്രം പോരാ, കർത്താവിനെ കേട്ടാൽ മാത്രം പോരാ, പുത്രനിലൂടെ ദൈവത്തെ നോക്കിയാൽ മാത്രം പോരാ, വചനത്തിൽ നിലനിൽക്കുന്നവനായിരിക്കണം. പിന്നെ വെളിച്ചത്തിൽ നടക്കുന്നവനായിരിക്കണം. വെളിച്ചത്തിൽ നടക്കണം. യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കണം ആണ് പറയുന്നത്. യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കണം. ഇത്രയും വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. എങ്ങനെയാണ് നമുക്ക് നിത്യജീവൻ ഉണ്ടാക്കുന്നത്? ഇത്തരത്തിലെല്ലാം ഇപ്രകാരം നാം ആയിരുന്നാല് കർത്താവായ ക്രിസ്തു ദൈവപുത്രനാണ് എന്ന് കർത്താവായ ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് നിത്യജീവനെ പ്രാപിക്കുവാൻ കഴിയും. അപ്പോ നാം പറയേണ്ടത് ഈ വക കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മൾ ചുമ്മാ പഠിച്ചു പോയാൽ പോരാ. നേരത്തെ പറഞ്ഞതുപോലെ 2024 നമ്മെ വിട്ട് കടന്നു പോകാൻ ഇനി കുറച്ച് നാളുകളെ ഉള്ളൂ. ഈ ബാക്കി എല്ലാ വർഷവും പോട്ടെ, ഈ 2024 നമ്മൾ എന്താണ് നേടിയെടുത്തത്? എത്ര വർഷം ജീവിച്ചിരുന്നോന്നല്ല. ഞാനിത് 67 വർഷം ഇതാ പൂർത്തിയായി ജീവിച്ചിരിക്കുകയാണ്. 67 വർഷം. അപ്പോ 67 വർഷം ജീവിച്ചിരുന്ന് 60 ഇപ്പൊ എന്തായാലും നമ്മൾ പഠിച്ചൊക്കെ തുടങ്ങുമ്പോഴത്തേക്ക് ഒരു 10, 12, 13, 15 വയസ്സ് കഴിയും നമുക്ക് കർത്താവിനെ കുറിച്ച്. എന്നാലും ഞങ്ങള് കുഞ്ഞിലെ അറിഞ്ഞു തുടങ്ങി. എങ്കിലും അതിനെക്കുറിച്ച് വിവരം വെച്ച് വരുമ്പോൾ എത്ര കാലം ജീവിച്ചു എന്നല്ല, എങ്ങനെ ജീവിച്ചു, ഞാൻ എന്തായി ജീവിച്ചു, ഞാൻ ആരായിട്ട് ജീവിച്ചു, അതാണ് ഞാനൊന്ന് നോക്കേണ്ടത്. കർത്താവ് 1 വർഷം കൂടെ എനിക്ക് തന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ 1 നിമിഷം കൂടെ തന്നിട്ടുണ്ടാകാം. ആ നിമിഷം വരെ ഞാൻ എങ്ങനെ ജീവിച്ചു എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നു. നമുക്ക് നിത്യജീവൻ ലഭിക്കാനുള്ള മാർഗമാണ് പറഞ്ഞു തന്നത് പ്രിയ ദൈവത്തിന്റെ ജനമേ. ഇത് ഇത്രയും നമുക്കുണ്ടായിരുന്നാല് നമുക്ക് നിത്യജീവൻ ഉറപ്പാണ്. അതിന് ഒരു സംശയമേ, ഉറപ്പായിട്ട് നമുക്ക് നിത്യജീവൻ ലഭിക്കും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 68-ാം വാക്യത്തില് നമ്മളത് പഠിച്ച ഭാഗമാണ്. പത്രോസ് തന്നെ കർത്താവായ ക്രിസ്തു ദൈവത്തിന്റെ വചനം അവിടെ പറഞ്ഞപ്പോൾ തന്നെ എതിരേറ്റ് വന്ന കുറെ ശിഷ്യന്മാര്, കുറെ ആൾക്കാർ എന്ത് ചെയ്യുന്ന പിരിഞ്ഞുപോയി. കുറെ ശിഷ്യന്മാര് പിരിഞ്ഞുപോയി. അവർക്ക് ആ കൽപ്പനയൊന്നും അനുസരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതായത് അവര് അതുവരെയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അവര് പിരിഞ്ഞുപോയി. അപ്പൊ പത്രോസിനോട് ചോദിക്കുകയാണ്, പത്രോസും തന്നെ വിട്ടു പോകുമോ എന്ന് കർത്താവ് പോകുമോ എന്ന് യേശുവിന്റെ ചോദ്യത്തിന് പിന്നെ യേശു ആ വാക്കുകളെല്ലാം പിരിഞ്ഞു പോകുന്നുണ്ട്. കർത്താവായ ക്രിസ്തു പത്രോസിനോട് നീയും വിട്ടു പിരിഞ്ഞു പോകുമോ എന്ന് ചോദിച്ചു. അപ്പോ പത്രോസ് പറയുകയാണ്, കർത്താവെ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുക. നമുക്ക് വചനം പഠിക്കണം, വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. കർത്താവെ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും എന്നായിരുന്നു പത്രോസിന്റെ. നിത്യജീവന്റെ വചനം അങ്ങയുടെ പക്കലുണ്ട്. പത്രോസ് പറഞ്ഞു, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? ഞങ്ങൾ ഇതുവരെയും വചനത്തെ കുറിച്ച് പഠിച്ചിട്ടില്ല. ഞങ്ങൾ ഇതുവരെ അന്ധകാരത്തിലായിരുന്നു. ആ ഭാഗം പഠിക്കുന്നത് നമുക്ക് അറിയാൻ സാധിക്കും. ഞങ്ങൾ അന്ധകാരത്തിലായിരുന്നു. ഞങ്ങളെ വിളിച്ച് പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഞങ്ങൾ ഇനി എവിടെ പോകാനോ? ഞങ്ങൾക്ക് പോകാനിടയില്ല. ഞങ്ങൾ നിത്യജീവൻ അങ്ങയിൽ കണ്ടിരിക്കുകയാണ്. പ്രിയ ദൈവത്തിന്റെ ജനമേ, നീ നിത്യജീവൻ കർത്താവിൽ കണ്ടോ? നിനക്ക് കർത്താവിനെ വിട്ടു പോകുവാൻ കഴിയുമോ? അതാണ് നാം ഇന്ന് രാത്രിയിൽ ചിന്തിക്കേണ്ടത്. ഒരുപാടൊന്നും പഠിച്ചു കൂട്ടണ്ട. 1-2 ഭാഗങ്ങൾ മാത്രം, പോയിന്റുകൾ മാത്രം ഓരോ ഭാഗത്ത് നമ്മൾ പഠിച്ചു പോയാൽ മതി. ആദ്യത്തെ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കിയത് നമ്മുടെ പാപം. ആ പാപത്തിലേക്ക് നാം നോക്കണം. ആ പാപത്തിലൂടെ കർത്താവായ ക്രിസ്തുവിനെ നാം കാണണം. കർത്താവായ ക്രിസ്തു എനിക്ക് നിനക്ക് വേണ്ടിയിട്ട് അനുഭവിച്ച വേദനയെ കുറിച്ച് കാണണം. അവിടെ നിനക്ക് നിത്യജീവൻ ഉണ്ടായിരിക്കും. കർത്താവില് അവന് നിത്യജീവൻ ഉണ്ടായിരിക്കും. ഇവിടെ വീണ്ടും അവിടെ നിനക്ക് ജീവൻ ഉണ്ടാകും. രണ്ടും മനസ്സിലാക്കണം, ജീവനും നിത്യജീവനും. ഇവിടെ നിത്യജീവന്റെ വചനം. അപ്പൊ നാം കർത്താവില് വിശ്വസിച്ചു കഴിഞ്ഞാല് അവിടെ എന്താണ്? നമുക്ക് നിത്യജീവൻ ഉണ്ടാകും. നാം കർത്താവിന് വിട്ടുപോകത്തില്ല. വിട്ടുപോയി കഴിഞ്ഞാല് നാം അന്ധകാരത്തിലേക്ക് പോവുകയാണ്. പത്രോസ് പറഞ്ഞതുപോലെ, ഞാൻ എവിടെ പോകും? നമുക്ക് എവിടെ പോകാൻ കഴിയും? ഇന്ന് നമുക്ക് ഇതുപോലെ സൂം മീറ്റിങ്ങുകളുണ്ട്, കാര്യങ്ങൾ പഠിക്കുന്നതിനും എടുക്കുന്നതിനും. നമുക്ക് എവിടെ പോകാൻ കഴിയും?
നമ്മൾ ചിന്തിച്ചു നോക്കുക. കർത്താവിന്റെ സന്നിധി വിട്ട് ഒരിടത്തും പോകാൻ കഴിയില്ല, ഒരു സ്ഥലത്തും പോകാൻ കഴിയില്ല. ഓബദ്യാവിന്റെ പുസ്തകം പറയുന്നത്, നീ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുകൂട്ടിയാൽ എന്റെ കൈ അവിടെ വന്ന് നിന്നെ വലിച്ചു താഴെ കൊണ്ടുവരും. ഒരു സ്ഥലവും നിനക്കില്ല. നിനക്ക് കർത്താവിനെ സന്നിധി വിട്ട് ഓടുവാൻ കഴിയില്ല. കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കണം. നിത്യജീവൻ ഉണ്ടാകുവാനുള്ള വാഗ്ദാനം ഇവിടത്തെ നമ്മുടെ ഭൗമിക കാഴ്ചപ്പാടുകളെ എങ്ങനെ സ്വാധീനിക്കുന്നു, നാം അതിനെ എങ്ങനെ കാണുന്നു എന്നതിനെ അത് എങ്ങനെ ബാധിക്കുന്നു, ഒരു ചോദ്യമാണ്. അപ്പോ നിത്യജീവൻ ഉണ്ടാകുവാനുള്ള വാഗ്ദാനം ഇവിടത്തെ നമ്മുടെ ഭൗമിക കാഴ്ചപ്പാടുകളെ എങ്ങനെ സ്വാധീനിക്കുന്നു? ഭൗമിക കാഴ്ചപ്പാടില് നിത്യജീവൻ ഉണ്ടാകാൻ ഈ വചനങ്ങളും വിചാരിച്ചുകൊണ്ട് ഭൗമിക കാഴ്ചപ്പാടിൽ നമ്മൾ നോക്കിയാൽ കിട്ടത്തില്ല. കിട്ടോ? ആത്മീക കണ്ണുകൊണ്ട് നമ്മൾ കാണണം. ആത്മീകമായിട്ട് നമ്മൾ പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നിത്യജീവൻ എന്താണെന്നും അത് ആർക്കാണ് കിട്ടുന്നതെന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. അങ്ങനെയാകുമ്പോൾ ആ കാഴ്ചപ്പാടുകള്, പിന്നെ രണ്ടാമത് പറയുന്നത്, നാം അതിനെ എങ്ങനെ കാണുന്നു എന്നതിനെ അതെങ്ങനെ ബാധിക്കുന്നു. കർത്താവായ ക്രിസ്തു വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കും എന്ന് കർത്താവിന്റെ വചനം പഠിക്കുമ്പോൾ അതിലപ്പുറം വേറെ ഒന്നുമില്ല. വചനം കേൾക്കുക, ഇവിടെ നമ്മൾ പറഞ്ഞല്ല, കർത്താവിൽ വിശ്വസിക്കുക, വചനം കേട്ട് വിശ്വസിക്കുക, പുത്രനിലൂടെ ദൈവത്തെ നോക്കുക, വചനത്തിൽ നിലനിൽക്കുക, വെളിച്ചത്തിൽ നടക്കുക, ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കുക. ഇങ്ങനെ നമുക്ക് നിത്യ ജീവൻ ഉണ്ടാകും. നിത്യജീവന്റെ വചനമാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ വിശ്വാസവും പുതുജനനവും. വിശ്വസിക്കുന്ന വ്യക്തി ഒരു പുതുജനനത്തിന്റെ അവസ്ഥയിലേക്ക് മാറും എന്നുള്ളതാണ്. വിശ്വസിച്ച് ദൈവസന്നിധിയിൽ വരും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ ക്രിസ്ത്യാനിയായി തീരുന്നതിന് ഇവിടെ വിവരിക്കപ്പെടുന്ന നടപടികൾ എന്തൊക്കെയാണ്? ഇവിടെ പറയുന്നത് അവനെ കൈക്കൊള്ളണം. ഒരു ക്രിസ്ത്യാനിയായി തീരുന്നതിന് കർത്താവായ ക്രിസ്തുവിനെ കൈക്കൊള്ളണം, അവന്റെ നാമത്തിൽ വിശ്വസിക്കണം. കർത്താവിനെ കൈക്കൊള്ളുകയും കർത്താവിന്റെ നാമത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു എന്നാണ് പറയുന്നത്. ആരധികാരം കൊടുത്തു? ദൈവം. അതെ, കർത്താവിൽ വിശ്വസിക്കണം, കർത്താവിനെ കൈക്കൊള്ളണം. കർത്താവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും എന്താണ്? ദൈവമക്കൾ എന്ന് വിളിക്കുവാനുള്ള അധികാരം ദൈവം കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. നാം ദൈവമക്കളാണോ? നമ്മൾ ചിന്തിക്കണം, അല്ലേ? ദൈവത്തിന്റെ മക്കളാണോ നാം? ദൈവമക്കളാണോ? ഞങ്ങള് പിന്നെ ഇവിടെ ഒരു വാടക വീട്ടിൽ താമസിച്ചപ്പോ പുള്ളി പെന്തക്കോസ്തുകാരനാണ്. അദ്ദേഹം എപ്പോഴും വന്ന് പറയും, നമ്മളെല്ലാം ദൈവമക്കളല്ലേ, ദൈവമക്കളാണ്. കയ്യിലിരിപ്പ് പിന്നെ കണ്ടാല് കൈയില്ലാത്തൊരു വച്ചുകെട്ടി അടി കൊടുക്കും. അങ്ങനത്തെ പ്രവർത്തനമാണ് കയ്യിലിരിക്കുന്നത്. പറയുന്നത് അവിടെയാണ് പറയുന്നത്, യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. നമ്മൾ ദൈവമക്കളല്ലേ. ദൈവമക്കൾ എന്ന് പറയുന്നത് കർത്താവിനെ കൊള്ളണം, അവന്റെ നാമത്തിൽ വിശ്വസിക്കണം. അങ്ങനെയുള്ളവരാണ് ദൈവമക്കൾ. ഇവിടെ പറയുന്നത് അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ആ ദൈവമക്കൾ എന്ന് പറയുമ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചതാണ്. ഇന്ന് കാണുന്ന ഈ ആൾദൈവങ്ങളിൽ നിന്ന് ജനിച്ചതല്ല. ഇന്ന് ധാരാളം ദേവീ ദേവന്മാരുണ്ട്, അവരിൽ നിന്ന് ജനിച്ചതല്ല. പുരുഷനിൽ നിന്നല്ല, രക്തത്തിൽ നിന്ന് ജനിച്ചതല്ല, ദൈവത്തിൽ നിന്ന് ജനിച്ചതാണ്. കർത്താവായി ക്രിസ്തുവിനെ കൈക്കൊണ്ട്, ക്രിസ്തുവിന്റെ നാമത്തെ കൈക്കൊണ്ടപ്പോൾ, വിശ്വസിച്ചപ്പോൾ ദൈവം കൊടുത്ത പേരാണ്, വിളിച്ചതാണ് ദൈവമക്കൾ. അത് ഇന്നത്തെ ഒരു ദൈവത്തിൽ നിന്നുണ്ടായതല്ല, ഒരു ദേവനിൽ നിന്നുണ്ടായതില്ല, ഒരു അമൃതാനന്ദമയിൽ നിന്നുണ്ടായതല്ല ഈ ദൈവമക്കൾ എന്നുള്ള വിളി. അവർക്ക് വിളിക്കാൻ കഴിയില്ല. ഒരു രവിശങ്കറിന് വിളിക്കാൻ കഴിയത്തില്ല, ഒരു സ്വാമിക്കും വിളിക്കാൻ കഴിയില്ല ദൈവമക്കളെന്ന്. കർത്താവായ ക്രിസ്തുവിന് മാത്രമേ, പിതാവായ ദൈവത്തിന് മാത്രമേ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കാൻ അധികാരമുള്ളൂ. ഇതാണ് പറയുന്നത്. ദൈവത്തിന്റെ മകൻ എന്ന് വിളിക്കണമെങ്കിൽ കർത്താവായ ക്രിസ്തുവിന്റെ ദൈവത്തെ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കണം. കർത്താവിനെ കൈക്കൊള്ളണം. കർത്താവ് എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്? നാമത്തിൽ വിശ്വസിക്കണം, വചനത്തെ വിശ്വസിക്കണം. അങ്ങനെയുള്ളവർക്ക് ദൈവമക്കൾ എന്ന് വിളിക്ക് യോഗ്യമായി. ഇതുവരെ ആ ഒരു വിളി കേൾക്കാൻ യോഗ്യത ഇല്ല എങ്കിൽ ഇന്ന് മുതലെങ്കിലും അത് ഇവിടെ 6 മണി നേരത്തും 11 മണി നേരത്തും
ഒന്നാം മണി നേരത്ത് വന്നവന് കൂലി ഒരുപോലെ എന്ന് പറയുമ്പോൾ അവിടെ നമ്മള് ആ സമയം എന്ന് പറയുന്നത് പഴയകാല സഭയും ഇന്നത്തെ സഭയും തമ്മിൽ താരതമ്യം ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. പഴയകാല സഭയും ഇന്നത്തെ സഭയും, അതാണ് അവിടെ ആ ഒരു ഉദാഹരണം അവിടെ കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ സഭയില് നമുക്ക് എന്ത് കൂലിയാണ് ലഭിക്കുന്നത്? പഴയകാല സഭയില് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഞാന് ഇതെല്ലാം തരുമെന്ന്. ഇന്ന് നമുക്ക് തന്നിരിക്കുന്ന കൂലി എന്ന് പറയുന്നത് അബ്രഹാമിന്റെ അനുഗ്രഹം കൊണ്ട് നിന്നെ പോഷിപ്പിക്കും. അതാണ് ഇന്ന് നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹം, കൂലി. അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹം കൊണ്ട് നമ്മെ പോഷിപ്പിക്കും. നീ പോകുന്നിടം അനുഗ്രഹിക്കപ്പെടും, നീ ഇരിക്കുന്നിടം അനുഗ്രഹിക്കപ്പെടും, നിന്റെ സ്ഥാപനം അനുഗ്രഹിക്കപ്പെടും, നിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെടും, നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. അതാണ് അനുഗ്രഹം, അതാണ് കൂലി. 9 മണി നേരത്ത് വന്നവനും 1 മണി നേരത്ത് വന്നവനും ഒരേ കൂലി കൊടുക്കുന്നുണ്ട്, പഴയകാല സഭയും ഇന്നത്തെ സഭയും. അവിടെ വിശ്വാസത്തിന് ഒരു കുറവും വരുന്നില്ല, ഒരു കുറവും വരുന്നില്ല. പഠിപ്പീരിനൊരു കുറവും വരുന്നില്ല, ഒരു മാറ്റം വരുന്നില്ല. തിരുവചനം തന്നെയാണ് പഠിപ്പിക്കുന്നത്. അവിടെ നാം മനസ്സിലാക്കേണ്ടത്, കർത്താവിനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിച്ചു കഴിഞ്ഞാല്, അവന്റെ നാമത്തിൽ വിശ്വസിച്ചാൽ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടും. പ്രിയ ദൈവത്തിന്റെ ജനമേ, ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടണമെങ്കിൽ നാം അപ്രകാരം ഉള്ളവരായിരിക്കണം. ക്രിസ്തുവിൽ സത്യവും നിലനിൽക്കുന്നതുമായ ഒരു വിശ്വാസം ഉണ്ടാകേണ്ടതിന് വചനത്തിൽ പറയപ്പെട്ടിരിക്കുന്ന വിധം നാം ക്രിസ്തുവിനെ അറിയണം. അവിടെ റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം പറയുന്നത്, നാം അവിടെ എന്താണ് നിലനിൽക്കണം, ക്രിസ്തുവിൽ നിത്യവും സത്യവും നിലനിൽക്കുന്നതുമായ ഒരു വിശ്വാസം ഉണ്ടാകേണ്ടതിന് വചനത്തിൽ പറയപ്പെട്ടിരിക്കുന്ന വിധം നാം ക്രിസ്തുവിനെ അറിയണം. ചുമ്മാ അറിഞ്ഞാ പോരാ, ക്രിസ്തുവിനെ അറിയാമെന്ന് പറഞ്ഞാൽ പോരാ. വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ക്രിസ്തു ആരാണ്, ക്രിസ്തു എന്തിനു വേണ്ടി ഈ ഭൂമിയിൽ വന്നു, എന്തെല്ലാം കഷ്ടത അനുഭവിച്ചു എന്നുള്ളത് എന്ത് ചെയ്യണം? നാം വചനത്തിലൂടെ മനസ്സിലാക്കി വചനത്തിലൂടെ കർത്താവിനെ അറിയണം. യഹോവയുടെ പുസ്തകത്തിലൂടെ കർത്താവിനെ അറിയണം. നിന്റെ കയ്യിലിരിക്കുന്ന തിരുവചനത്തിലൂടെ നീ കർത്താവിനെ അറിയണം ആണ് പറയുന്നത്. ചുമ്മാ കർത്താവിനെ അറിഞ്ഞാൽ പോലെ, വചനത്തിലൂടെ കർത്താവ് ആരാണെന്ന് നാം അറിയണം. യേശുവിലെ രക്ഷയുടെ എന്ത് തത്വമാണ് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 16-ൽ കാണപ്പെടുന്നത്. അവിടെ പറയുന്നത്, ആത്മാവ് നമ്മോട് സാക്ഷ്യം പറയണം. പരിശുദ്ധാത്മാവ് നമ്മോട് സാക്ഷ്യം പറയണം, നീ ദൈവത്തിന്റെ പൈതലാണ്. കർത്താവായ ക്രിസ്തു ഇവിടെ വന്നത് നിന്നെ ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ്, നിന്റെ പാപത്തെ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയണം, നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയണം. പരിശുദ്ധാത്മാവ് നമ്മോട് സാക്ഷ്യം പറയണമെന്നാണ് പറയുന്നത്. നാം എവിടെ ആയിരുന്നാലും, ആ വചനം വായിക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എവിടെ ആയിരുന്നാലും എന്താണ് നമ്മുടെ വിശ്വാസം എപ്രകാരമാണ്? വിശ്വാസം നമുക്ക് വചനപ്രകാരമുള്ള വിശ്വാസമാണോ, അതോ മാനുഷിക കൽപ്പനകളുടെ വിശ്വാസമാണോ? അവിടെ മാനുഷിക കൽപ്പനകള് നമ്മള് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യമാണെന്ന് തോന്നുന്നു, നമ്മള് വെള്ളിയാഴ്ച ഒന്ന് ചിന്തിച്ച വചനം. മാനുഷിക കൽപ്പനകളും മാനുഷ്യമായിട്ട് കൽപ്പനകൾ, അത് മാനുഷിക കൽപ്പനകളല്ല, അത് നിയമങ്ങളാണ്, ആരോഗ്യ നിയമങ്ങളാണ്. കൈ കഴുകിയിട്ടേ ആഹാരം കഴിക്കാവൂ, പിന്നെ ചന്തയിൽ പോയിട്ട് വന്നാൽ കാല് കഴുകിയിട്ട് വീട്ടിനകത്ത് കയറണം, പാത്രങ്ങളെല്ലാം കഴുകി ശുദ്ധീകരിക്കണം, വീടെല്ലാം അടിച്ചുവാരി ഇടണം. അതിന് ഇനി പ്രത്യേകിച്ച് കൽപ്പന എഴുതി വെക്കണോ? വയല എഴുതി പാസ്സാക്കി ഇനി കൊടുത്തെങ്കിൽ മാത്രമേ അതൊക്കെ ചെയ്യാൻ പാടുള്ളൂ. ഒരു വീടാകുമ്പോഴത്തേക്ക്, ഒരു മനുഷ്യനാകുമ്പോ ഇതെല്ലാം ചെയ്യണം. അത് കൽപ്പനയല്ല, അത് അവരുടെ നിയമങ്ങൾ, അത് ആരോഗ്യ നിയമങ്ങളാണ്. നിനക്ക് നല്ല ആരോഗ്യം കിട്ടണമെങ്കിൽ നീ ഇതെല്ലാം ചെയ്യണം, അല്ലെങ്കിൽ നീ കപ്പൻ ചവറിലും കിടന്നോ. പാത്രം കഴുകാതെ നീ ആഹാരം കോരിയിട്ട് കഴിക്കും, കൈ കഴുകാതെ നീ ആഹാരം കഴിക്കും. അത് കൽപ്പനയാണ്. ഇത് അനുസരിക്കാത്തവൻ നിത്യജീവൻ കിട്ടുകയില്ല, ഇതനുസരിക്കാൻ സ്വർഗത്തിൽ പോകത്തില്ല എന്നാണ് യഹൂദന്മാർ ജനത്തെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് മാറ്റിയാണ് അത് അവരുടെ നിയമങ്ങളാണ്. കർത്താവിന്റെ നിയമം നമ്മൾ പഠിക്കണം. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന 10 കൽപ്പന അത് പഠിക്കണം. അതാണ് നമുക്ക് വേണ്ടത്. വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി നൽകും? എന്ത് മറുപടി? ഇവിടെ ഒരു ചോദ്യമാണ്, ഇത്തരം നമ്മൾ കേട്ടതിന്റെ ഒരു ചോദ്യമാണ്. വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? എല്ലാരും പോയോ? വിശ്വാസം ആരും പോയിട്ടൊന്നുമില്ല. എല്ലാരും ഉണ്ട്, ഞങ്ങൾ മിണ്ടൂല്ല, അത്രേ ഉള്ളൂ. കണക്ക അയ്യോ പാവം. വിശ്വാസത്തിന്റെ അടിസ്ഥാനം
എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ക്രിസ്തു തന്നെ എന്ന് ഞാൻ ക്രിസ്തുവല്ല. വിശ്വസിക്കുന്നു. ക്രിസ്തുവിന്റെ അല്ലേ? അതെ, അതല്ല, അവനെ കൈകൊണ്ട് അവനിൽ വിശ്വസിക്കുന്നവർ വിശ്വസിക്കുന്നവർ നമുക്കുള്ള നിത്യജീവനുണ്ട്. എന്ന് പറയുന്നു. നമ്മുടെ അവനെ വിശ്വാസം കർത്താവായ ക്രിസ്തു തന്നെയാണ്, അതിന് ഒരു സംശയമില്ല. അതെ, ക്രിസ്തു കൽപ്പന നിങ്ങൾ അല്ലേ? എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ആ ക്രിസ്തുവിലൂടെ എന്താ അവനെ കൈക്കൊണ്ടവനല്ലേ നമ്മള് എങ്കിലല്ലേ നിത്യജീവനുള്ളൂ എന്ന് പറയുമ്പോ അടിസ്ഥാനം ക്രിസ്തു തന്നെ. അതെ, അതിന് ഒരു സംശയമില്ല. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ക്രിസ്തു ക്രിസ്തു. അല്ലെ? 10 കൽപ്പന. അപ്പൊ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവൻ എന്ത് ചെയ്യും? 10 കൽപ്പനയെ അനുസരിക്കും. എന്നെ അനുസരിക്കുന്നവൻ എന്ത് ചെയ്യും? എന്റെ കൽപ്പനകളെയും പ്രമാണിക്കും. അതാണ് അടിസ്ഥാനം എന്ന് പറയുന്ന കർത്താവ് തന്നെയാണ്. ആ കർത്താവിനെ സ്വീകരിക്കുന്നവര് 10 കൽപ്പനയെ. അപ്പൊ അടിസ്ഥാനം ക്രിസ്തു, 10 കൽപ്പന. മനസ്സിലായല്ലോ? കർത്താവിനെ സ്വീകരിക്കുന്നവർ കൽപ്പനയെ അനുസരിച്ചിരിക്കും. ഒരു നിത്യജീവൻ പ്രാപിക്കാൻ പ്രഭോ നിത്യജീവൻ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതിന് എന്താണ് പറഞ്ഞത്? കൽപ്പനകൾ അനുസരിക്കുക. കൽപ്പനയാണ്. നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നാണ് പറഞ്ഞത് അല്ലേ? കർത്താവിൽ വിശ്വസിക്കുന്ന നീ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കും. അപ്പൊ നിനക്ക് നിത്യജീവൻ പ്രാപിക്കാൻ കഴിയും. നമ്മൾ മാത്രമല്ല, നമ്മുടെ കുടുംബവും നിത്യജീവൻ പ്രാപിക്കും. ഇവിടെ ജീവന്റെ ഉറവിനെ ഉപേക്ഷിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മള് വിശ്വാസവും പൊതുജനനവും. അപ്പൊ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് പൊതുജനനമുണ്ട് അല്ലെ? നമ്മള് ഓരോ പാഠം കഴിയുമ്പോഴും നമുക്കൊരു ഉന്മേഷം ഉണ്ടാകുന്നില്ലേ? ഒരു പടി നമ്മൾ ഓരോ പാഠം പഠിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്, ഓരോ പാഠം പഠിച്ചു കഴിയുമ്പോഴും നമ്മൾ ഓരോ ദൈവത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് മനസ്സിലാക്കേണ്ടത്. ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മൾ ദൈവത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കാണുന്ന ആളിനെ അല്പനിമിഷം കഴിയുമ്പോൾ കാണുന്നില്ല. ഒരുപക്ഷെ ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം തന്നെ വീണ് ജീവൻ പോകേണ്ട ഒരു അവസ്ഥയും ഉണ്ടാകും. ദൈവം നിശ്ചയിക്കും എപ്പോ വിളിക്കണമെന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് ആ വിശ്വാസവും പൊതുജനനവും നമ്മൾ എപ്പോഴും പുതുക്കം പ്രാപിച്ചവരായിരിക്കണം. കർത്താവ് വരാൻ സമയത്തിനല്ല പുതുക്കം പ്രാപിക്കേണ്ടത്, നമ്മൾ ഏത് സമയം പുതുക്കം പ്രാപിച്ചവരായിരിക്കണം. നമുക്കൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു, പള്ളിക്കൽ ജോസഫ് സാർ എന്ന് പറയും. പള്ളിക്കൽ ജോസഫ് സാർ കേട്ടിട്ടുണ്ടാവും. പിന്നെ അദ്ദേഹം വീട്ടിലിരിക്കുമ്പോ എപ്പോഴും കുളിച്ച് ഒരുങ്ങി പാന്റും ഷർട്ടും ഒക്കെ ഇട്ടേ ഇരിക്കത്തുള്ളൂ. അപ്പോ ഞങ്ങൾ ചോദിക്കുമ്പോൾ പറയും, എപ്പോഴാണ് ഒരു ആവശ്യത്തിന് പോകേണ്ടത്? പെട്ടെന്ന് ചെന്ന് കുളിച്ച് ഡ്രസ്സ് മാറുന്നേക്കാണ്, അപ്പോഴെണീറ്റ് അങ്ങ് പോവുക. നമ്മൾ സുവിശേഷക്കാരാകുമ്പോ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കാം. ആ ഒരുക്കം മാത്രം മതിയോ? പോരാ, നമ്മുടെ ഹൃദയവും ഒരുങ്ങണം അല്ലെ? നമ്മളെപ്പോഴും പുതുജനനം പ്രാപിക്കുന്നവരായിരിക്കണം, പുതുക്കം പ്രാപിക്കുന്നവരായിരിക്കണം. വചനം കേട്ട് നമ്മൾ എപ്പോഴും പുതുക്കം പ്രാപിക്കണം. ഈ വചനങ്ങളെല്ലാം ഇതെല്ലാം നമ്മുടെ എത്രയോ വർഷങ്ങൾ കൊണ്ട് കേൾക്കുന്ന വചനമാണ്. ഈ തിരുവചനം എന്ന് പറയുന്നത് 5 വർഷത്തിലൊരിക്കൽ മാറി മാറി വരുന്നതാണ്. 5 വർഷത്തിലൊരിക്കൽ നമ്മൾ ഈ ബൈബിള് പഠിച്ചു തീരുമെന്നാണ് പണ്ഡിതന്മാര് പറയുന്നത്. ബൈബിൾ പണ്ഡിതന്മാര് 5 വർഷം കൊണ്ട് ഈ പാഠങ്ങൾ വരുന്നത് എല്ലാം ഈ ബൈബിള് എല്ലാം വിചിന്തനം ചെയ്ത് വരികയാണ്. അപ്പൊ നമ്മൾ ഓരോ പാഠം കഴിയുമ്പോഴും നമ്മൾ പുതുക്കം പ്രാപിച്ചവരായിരിക്കണം, പുതുജനനം പ്രാപിച്ചവരായിരിക്കണം. അടുത്ത് പറയുന്നത് ജീവന്റെ ഉറവിനെ ഉപേക്ഷിക്കുന്നത്. ഇവിടെ പറയുന്നത് വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കയില്ല. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 5, 10, 11 വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു അല്ലെ? ഇപ്പൊ ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ പ്രകാശം, ഈ ലൈറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇരുളിലാണ്, എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല അല്ലെ? കാണാൻ പറ്റത്തില്ല, ഇരുളിലായി പോകും അല്ലെ അമ്മണിയമ്മ? അതെ അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോ എന്നാല് ഈ ഇരുളിന് ഈ പ്രകാശത്തെ പിടിച്ചടക്കാൻ കഴിയില്ലെന്നാണ് പറയുന്നത്. ഇരുളിന് എത്ര നേരം ഈ പ്രകാശത്തെ പിടിച്ച് അടക്കി വെക്കാൻ പറ്റും? പറ്റത്തില്ല. വെളിച്ചമുള്ളത്ര സമയം പിടിച്ചു നിൽക്കാൻ പറ്റും. വെളിച്ചം പോയാൽ ഇരുട്ട് തന്നെ. അതെ, പറ്റത്തില്ല.
അവിടെ അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. ഈ ലോകത്തിലുണ്ടായിരുന്നു, ഈ ലോകം കർത്താവ് ക്രിസ്തു മുഖാന്തരം ഉളവായി, എന്നാൽ എന്ത് ചെയ്തില്ല? ഈ ലോകം കർത്താവിനെ അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. സ്വന്തത്തിലേക്ക് പോയി സ്വന്തക്കാരോ കൈക്കൊണ്ടില്ല. ഇന്ന് നമ്മുടെ സഹോദരങ്ങള് നമ്മെ കൈക്കൊള്ളുന്നുണ്ടോ? ഇല്ല. ഇല്ല. സഹോദരങ്ങളുണ്ട്, മക്കള് കൈക്കൊള്ളുന്നുണ്ടെന്നുള്ളതാണ് ആദ്യം തന്നെ. ആരും കൈക്കൊള്ളുന്നില്ല സ്വന്തമായി. നമ്മളെ ആരും, അതെ, ദൈവം അല്ലാതെ നമ്മളെ ആരും ഭൂമിയിലില്ല. കൈക്കൊള്ളില്ല ആന്റി. ഒരു കണക്കിന് അങ്ങനെ കൈക്കൊള്ളാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്താണെന്നറിയാമോ? നമ്മൾ അപ്പൊ മറ്റുള്ള സമാധാനത്തോടെ പോവാം. അതെ, ബാധ്യത നമുക്ക് ആരെ കുറിച്ചും ഒരു വ്യാകുലതയും വേണ്ടല്ലോ. വേണ്ട, അല്ലെ? അതെ, നമുക്ക് അതെ. കർത്താവിന്റെ രീതിയില് ഇങ്ങനെ ജീവിക്കുക, കർത്താവ് വിളിക്കുമ്പോ അങ്ങ് പോവുക. അല്ലെങ്കിൽ അവര് കിടക്കുന്ന എന്നുള്ള ഒരു ചിന്ത നമുക്ക് വന്നു പോവുക. കാരണം എല്ലാരും മനസ്സിലാക്കിയിരിക്കുന്നതുകൊണ്ട് ആ ഒരു വ്യാകുലത നമുക്ക് വേണ്ട. അതാണ് പറയുന്നത്. അപ്പോ ഇവിടെ പറയുന്നത് കർത്താവ് ഈ ലോകത്തിൽ വന്ന്, കർത്താവ് ഈ ലോകത്തെ സൃഷ്ടിച്ചു. പക്ഷെ കർത്താവ് എന്ത് ചെയ്തില്ല? കർത്താവിനെ മറ്റുള്ളവർ അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. സ്വന്തത്തിൽ പോലും അറിഞ്ഞില്ല. എന്താ? സ്വന്തക്കാരും അറിഞ്ഞില്ല. അതെ, സ്വന്തത്തിലേക്ക് അന്ന് സ്വന്തക്കാരും അറിഞ്ഞില്ലെന്നാണ് പറയുന്നത്. ഇവൻ തച്ചന്റെ എന്നാണ് പറഞ്ഞത്. അവിടെ ഒരു വിലയിരുത്തൽ അവിടെ നടത്തിയെന്നാണ് പറയുന്നത്. അവർക്ക് എന്താണ് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു രീതിയിൽ അവര് അവിടെ കാണുന്നു. കർത്താവിനെ ആ രംഗത്ത് കർത്താവാണ്, നമ്മുടെ രക്ഷകനാണെന്നുള്ള ആ നിലയിൽ കാണാതെ ഒരു മുൻവിധിയിലാണ് അവർ കണ്ടത്. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഓരോ മുൻവിധി വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ അമ്മിണിയമ്മയെ കുറിച്ച് പറയുന്നെങ്കിലും അവര് കണ്ട നല്ല സമയത്തൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോഴിത് എണീക്കാൻ വയ്യാത്തതുകൊണ്ട് അങ്ങനെ തന്നെ പറയൂ. ഇപ്പൊ ടീച്ചറിനെ കുറിച്ചോ അവര് സ്കൂളിലൊക്കെ ഇരുന്നപ്പോ എങ്ങനെയായിരുന്നു, എന്തായിരുന്നു, ഇപ്പൊ എങ്ങനെ ആയിരിക്കുന്നു എന്ന് ചോദിക്കും. അതുപോലെ തന്നെ ഒന്നും ആരും കാണില്ല. നല്ല ഒരു വ്യക്തി കാണത്തില്ല, മോശം മാത്രമേ പറയാൻ കാണുള്ളൂ. നല്ല ഗുണങ്ങൾ ഒരിക്കലും കാണത്തില്ല. അപ്പോ നമ്മുടെ മുൻവിധി, ഇവിടെ കർത്താവിനെയും മുൻവിധിയിലൂടെയാണ് അവർ കണ്ടത്. അതൊരു തച്ചന്റെ മകൻ എന്നുള്ള ഒരു മുൻവിധിയാണ് അവിടെ കണ്ടത്. അല്ലാതെ നിന്റെ വീണ്ടെടുപ്പുകാരനായിട്ട് വന്നിരിക്കുന്നു എന്ന് കണ്ടില്ല. അങ്ങനെ കണ്ടവരെ രക്ഷ പ്രാപിച്ചു. ഇരുളിന് ഒരിക്കലും വെളിച്ചത്തെ പിടിച്ചടക്കി വെക്കാൻ കഴിയത്തില്ല. അത് മറ നീക്കി വരിക തന്നെ ചെയ്യും. സത്യം ഒരിക്കലും മറഞ്ഞിരിക്കുകയില്ല, അത് മറ നീക്കി എന്നായാലും പുറത്തു വരും. സത്യം ഒരിക്കലും അസത്യമായി മാറും. അസത്യം ഒരിക്കലും സത്യമായിട്ട് വരികയില്ല. ഒരിക്കലും സത്യത്തെ മറച്ചു വയ്ക്കാൻ ആർക്കും കഴിയില്ല. കർത്താവായ ക്രിസ്തുവിന്റെ വചനത്തെ മറച്ചു വയ്ക്കാൻ ആർക്കും കഴിയില്ല. അത് ജീവന്റെ വെളിച്ചമാകുന്നു. ആ വെളിച്ചത്തെ ആർക്കും എടുത്ത് മറച്ചു വയ്ക്കാൻ കഴിയില്ല. അതിനെ വളച്ചൊടിക്കാം, അങ്ങോട്ട് മാറ്റാം, ഇങ്ങോട്ട് മാറ്റാം, വളച്ചൊടിച്ചൊക്കെ വയ്ക്കാം. പക്ഷേ അതിനെ മാറ്റിമറിക്കാൻ ആർക്കും കഴിയത്തില്ല. അത് ദൈവത്തിന്റെ വചനമാണ്, അത് സ്ഥിരമായിട്ടുള്ളതാണ്. അതിനെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? സുവിശേഷം 8-ാം വാക്യം. എന്താണ് വചനം പറയുന്നത്? വിശ്വാസം കണ്ടെത്തുകയല്ലെന്നാണ് ഇന്നത്തെ അവസ്ഥ പോവുകയാണെങ്കിൽ മനുഷ്യന്റെ എല്ലാം ദൈവം മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ഒരു വാക്ക് അവിടെ വന്നത്. മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഇല്ല എന്നുള്ള നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും. കാരണം ഇന്നത്തെ അവസ്ഥ മാത്രം മതി. ഈ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം വിശ്വാസം എപ്രകാരം നിൽക്കുമെന്ന്. കർത്താവ് വരുമ്പോ അവിടെ പറയുന്നത് എന്താണ്? ആ വചനങ്ങളെല്ലാം അവിടെ കിടക്കും. കർത്താവ് അങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് വിമർശനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ സൂമിനെ തന്നെ ചിന്തിച്ചു നോക്കി, എത്ര ജനം ഉണ്ടായിരുന്നു? അതെ, ഇപ്പൊ എത്ര പേരുണ്ട്? സമയമില്ല, അതാണ്. അപ്പോ നമ്മൾ ചിന്തിക്കേണ്ട, അരിപ്പ അരിച്ച് അതില് വരുന്നതിനെ നല്ലതിനെ തിരഞ്ഞെടുക്കും.
നമ്മൾ അതുകൊണ്ട് ഇന്നിതാ നമ്മള് 5 കുടുംബമുണ്ട്. നമ്മൾ അതുകൊണ്ട് ഒന്നും വിഷമിക്കണ്ട, അല്ലേ? ദൈവമക്കളെന്ന് വിളിക്കാൻ യോഗ്യതയുള്ളവരെ ആരാണ് അവരെ ദൈവമക്കളെന്ന് വിളിക്കും. അത്രേ ഉള്ളൂ. നമ്മളിവിടെ ഇരിക്കുന്നെന്ന് പറഞ്ഞിട്ട് നമ്മളെ ദൈവമക്കളെന്ന് വിളിക്കാന്ന് ചിന്തിക്കണ്ട. വരാത്തവരെ കളയുമെന്ന് ചിന്തിക്കണ്ട. ചിലപ്പോ വരാത്തവരായിരിക്കും ദൈവമക്കളെന്ന് വിളിച്ച് സ്വീകരിക്കുന്നു. അതെ, നമ്മളെല്ലാം അറിഞ്ഞിട്ട് നമ്മൾ അറിയാത്തവരെ പോലെ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ദൈവമക്കളല്ല. ദൈവമക്കളായി തീരും. അതാണ് പറയുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. കർത്താവായ ക്രിസ്തു ഈ ഭൂമിയിൽ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുകയില്ല നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇന്നത്തെ ലോകം അങ്ങനെയാണ്. മറ്റൊന്ന്, ഇവിടെ കനാൻ നാടിനെ സംബന്ധിച്ച് ഒറ്റുകാർ കൊണ്ടുവന്ന 2 റിപ്പോർട്ടുകളിൽ വ്യത്യാസം ഉണ്ടാക്കിയത് എന്താണ്? മുൻവിധി, അതാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും മുൻവിധി. രണ്ട് വ്യത്യാസം എന്ന് പറയുമ്പോൾ, ഒരു കൂട്ടര് അവിടെ ചെന്ന് എന്ത് ചെയ്യുന്നറിയാമോ? അവിടെ ചെന്ന് ആ സ്ഥലം കാണുകയും അവിടെ ആരൊക്കെ ഉണ്ട്, അവരെങ്ങനെയുള്ളവരാണ്, അവരുടെ മഹിമ എന്താണ്, ഇതൊക്കെ ഒരു ജനം കൂട്ടാക്കിയത്. അവരവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഈ ജനത്തെ എല്ലാം നോക്കിയപ്പോഴ് അവര് വന്ന് റിപ്പോർട്ട് പറഞ്ഞത് എന്തെന്നറിയാമോ? ദേശത്ത് രാക്ഷസന്മാരുണ്ടെന്നാണ് പറയുന്നത്. മല്ലന്മാരുണ്ട്, അതായത് മല്ലന്മാരുണ്ട്. അവിടെ ആ നഗരത്തിന് വലിയൊരു മതിലുണ്ട്. പിന്നെ അവരെ പോലുള്ള ആയുധങ്ങളൊന്നും നമുക്കില്ല. അവരെ പോലുള്ള സൈന്യ പരിശീലനം നമുക്ക് ലഭിച്ചിട്ടില്ല. അത്രയും സൈന്യമൊന്നും നമുക്കില്ല. അതുകൊണ്ട് നമ്മൾ മര്യാദയ്ക്ക് ഇവിടെ എങ്ങനെ ഇരിക്കുന്നതാണ് നല്ലത്. കനാൻ അങ്ങോട്ടൊന്ന് കയറി കൊടുത്താല് നമ്മളെ വെട്ടി ഞുറുക്കി അവര് പാകം ചെയ്ത് തിന്നും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിൽ 2 പേര് പോയിട്ട് അവിടെ എന്താണ് പറഞ്ഞത്? ദൈവവചനത്തിന്റെ തുളുമ്പുന്നതായിട്ടുള്ള മനോഹരമായിട്ടുള്ള ആ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് 2 പേര് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ട് കൊടുത്തു. നമുക്കവിടെ പോകാം, ഒരു സംശയമില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, ദൈവത്തിന്റെ വചനം 10 പേരിരിക്കുന്നിടത്ത് 10 പേരും 10 രീതിയിലാണ് മനസ്സിലാക്കുന്നത്. 10 രീതിയിൽ മനസ്സിലാക്കിയിട്ട് 10 രീതിയിൽ അവര് പറഞ്ഞു. അപ്പൊ ഇവിടെ ഈ പാഠം എത്ര രീതിയിൽ പഠിപ്പിച്ചാലും ആ സത്യത്തെ മറച്ചു വെക്കാൻ കഴിയത്തില്ല, അല്ലെ? സത്യം മറച്ചു വെച്ച് പഠിപ്പിക്കുന്നവരുണ്ട്, അത് വേറെ കാര്യം, അത് അങ്ങായിക്കോട്ടെ. എങ്കിലും ആ സത്യത്തെ മറച്ചു വെക്കാൻ കഴിയത്തില്ല. ഇവിടെ മറ്റുള്ളവര്, ഭൂരിപക്ഷം ആൾക്കാരും വന്ന് പറഞ്ഞത് പ്രതികൂലമായിട്ടുള്ള ഒരു വിവരണമാണ് കൊടുത്തത്. പിതാവായ ദൈവം സ്ഥാപിച്ച ആ കനാൻ ദേശത്ത് ചെന്നിട്ട് അവിടെ ഒറ്റുനോക്കാൻ പറഞ്ഞു വിട്ടപ്പോഴ് മറ്റുള്ളവര് വന്ന് 2 പേര് ഒഴിച്ച് ബാക്കിയുള്ളവര് വന്ന് എന്ത് ചെയ്താണ്? അവരെ പറഞ്ഞ് ഭയപ്പെടുത്തുകയാണ് ചെയ്തത്. ഇങ്ങനെയാണ് പ്രിയ ദൈവത്തിന്റെ ജനമേ ഇന്ന് ദൈവത്തിന്റെ മക്കളെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു വരുത്തുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചോ? നമ്മൾ ആ വഴിക്ക് ചിന്തിക്കണം. ദൈവത്തിന്റെ ജനത്തെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു വരുത്തുന്നത് ഇപ്രകാരമാണ്. കറുപ്പ് ഛർദ്ദിച്ചാൽ കാക്ക ഛർദ്ദിച്ചെന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇന്നുള്ളത്. അവര് വന്ന് പറഞ്ഞ് നമുക്ക് അവിടെ പോകാൻ പറ്റത്തില്ല, അവര് മല്ലന്മാരാണ്, അവര് നമുക്കിവിടെ തന്നിരിക്കുന്ന എന്തെന്നാണ്? ഈ ആർക്കും വേണ്ടാത്ത മന്നയും ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് തിന്നുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്. നമുക്ക് അവരുടെ അടുത്ത് മല്ല് പിടിക്കാനൊന്നും പറ്റത്തില്ല. അവര് രാക്ഷസന്മാരാണ്. അവർക്ക് ആയുധ ബലമുണ്ട്, ശക്തിയുണ്ട്, ആൾബലമുണ്ട്. നമുക്ക് എന്തിരിക്കുന്നു? നമുക്കൊന്നും പോകാൻ പറ്റത്തില്ല. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ച 2 പേർ പറഞ്ഞു, അവിടെ ഒരു കുഴപ്പവുമില്ല, നമുക്ക് പോകാം. വൻമതിലിനെ എല്ലാം ഇടിച്ചു നിരത്തുവാൻ കർത്താവായ ക്രിസ്തുവിന് കഴിയുമെന്ന് വിശ്വസിച്ച ജനം അവിടെ വന്ന് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. പ്രിയ ദൈവത്തിന്റെ ജനമേ, ദൈവത്തിന്റെ ജനത്തെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയണമെങ്കിൽ നാം എന്ത് ചെയ്യണം? നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയും. നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ വിമർശിക്കാൻ പാടില്ല. കാണുന്ന കാര്യം അതുപോലെ തന്നെ നമ്മൾ പറയുക.
ഇവിടെ എല്ലാവർക്കും രണ്ട് കണ്ണുണ്ടായിരുന്നു, എല്ലാവരും കണ്ടത് ഒരുപോലെയാണ്. അവരവിടുത്തെ മുന്തിരിക്കൊലയെല്ലാം ഒരു മുന്തിരിക്കൊല തന്നെ എത്ര പേരാണ് ചുമന്നുകൊണ്ട് വന്നത്? അറിയത്തില്ല. ഒരു മുന്തിരിക്കൊല ചുമന്നുകൊണ്ട് വന്ന സംഖ്യാപുസ്തകം വായിച്ചു നോക്കണം, നിങ്ങൾ വായിച്ചു നോക്കുക. അവരത്ര 12 പേരെങ്ങാണ്ട് ചുമന്നുകൊണ്ട് വന്നതാണ് ഒരു മുന്തിരിക്കൊല. അപ്പോ അവരൊക്കെയാണ് കണ്ടത്. അത് ഉറ്റുനോക്കാം. അവിടെ സാധനങ്ങൾ അവർക്ക് അവിടെ എന്തുണ്ട്, എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് നോക്കാൻ പോയപ്പോഴാണ് അവർ ഈ മല്ലന്മാരെ കണ്ടത്. അതാണ് പറയുന്നത്. കാണേണ്ട കാര്യം അവര് കണ്ടില്ല. അവര് ലോകമോഹത്തിലേക്ക് നോക്കി, ലോകത്തിലേക്ക് അവർ നോക്കി. ആ തോട്ടത്തെ കുറിച്ചാണ് അവർ നോക്കിയത്. ആത്മീയത അവർക്കില്ലായിരുന്നു. നാം ഇന്ന് ഈ തിരുവചനം പഠിക്കുമ്പോൾ നമ്മൾ ആത്മീക കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞാലേ നമുക്കത് കാണുവാൻ കഴിയും. സമയം അതിക്രമിച്ചെന്ന് തോന്നുന്നു. അവസാനത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ശിക്ഷാവിധി അവിടെ പറയുന്നത്, എന്തുകൊണ്ട് മനുഷ്യർ ന്യായവിധിയിലേക്ക് വരുന്നു? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 18, 36, 5:24, 38, 8:24, 12:47 ഇതെല്ലാം വായിക്കുമ്പോൾ ദൈവത്തെയും തന്റെ പുത്രനെയും വിശ്വസിക്കാത്തതിനാലാണ് ന്യായവിധി വരുന്നത്. ഒറ്റ വാക്കില്, ബാക്കിയുള്ള നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിക്കൊള്ളുക. ദൈവത്തെയും അവന്റെ പുത്രനെയും വിശ്വസിക്കാത്തതിലാണ് ന്യായവിധി ഉണ്ടാകുന്നത്. ദൈവത്തെ വിശ്വസിക്കണം. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അണ്ഡഘടാകത്തെ സൃഷ്ടിച്ചത് ആരാണെന്ന് വിശ്വസിക്കണം. അതിന്റെ ഓരോ ചലനങ്ങൾ, ഓരോ അവസ്ഥകൾ മനസ്സിലാക്കുമ്പോൾ അത് എപ്രകാരമാണ് അതിനെ ചമച്ചിരിക്കുന്നതെന്ന് ചിന്തിക്കണം. പിന്നെ പുത്രൻ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്, പുത്രൻ എപ്രകാരം ഇവിടെ ജീവിച്ചു, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവിടെ ഏദൻ തോട്ടത്തില് ആ ഹവ്വയ്ക്ക് അവിടെ ആ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്ന് വളരെ നിഷ്കർഷമായിട്ട് പറഞ്ഞിരുന്നു. ആ തിന്നുന്ന നാളിൽ നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അത് നമ്മള് അന്ന് ചിന്തിച്ചായിരുന്നു വെള്ളിയാഴ്ച. അപ്പോ മരിച്ചു പോകും എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അവിടെ ഹവ്വ എന്ത് ചെയ്യുന്നറിയാമോ? അവിടെ ആവശ്യമായിട്ടുള്ള വെളിച്ചം കർത്താവ് കൊടുത്തിരുന്നു. ആ വെളിച്ചത്തെ ചോദ്യം ചെയ്യാൻ തന്നെ സാത്താൻ അവിടെ വന്നു എന്നാണ് പറയുന്നത്. ആ വെളിച്ചത്തെ ചോദ്യം ചെയ്തു. അപ്പൊ കർത്താവായ ക്രിസ്തുവിനെയാണ് അവിടെ ചോദ്യം ചെയ്തത്. സ്വർഗത്തിലും അത് തന്നെ നടന്നത്. അവിടെ നിന്ന് ഇവിടെ ഭൂമിയിൽ വന്ന് ക്രിസ്തുവിനെ കുറിച്ച് ജനത്തോട് ചോദ്യം ചോദിക്കുന്നു. അപ്പൊ ആ ജനം എന്താ പറയണം? കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇത് തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന് വേറെ ഒന്നുമില്ല എന്ന് ധൈര്യമായിട്ട് പറയുന്നതിന് പകരം അവിടെ എന്ത് ചെയ്തു? ആശയക്കുഴപ്പം ഉണ്ടാക്കി. ഇന്ന് നമുക്കും അങ്ങനെയാണ്. അവിടെ 10 കൽപ്പന ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അത് ആർക്ക് വിശ്വസിക്കാൻ കഴിയും? അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ദശാംശം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. ഇന്ന് പല ആൾക്കാരും ദശാംശം കൊടുത്തില്ലെങ്കിൽ നീയും നിന്റെ കുടുംബം മുടിഞ്ഞു പോകുമെന്ന് പ്രസംഗിക്കുന്ന എത്രയോ പാസ്റ്റർമാരുണ്ട്. നിങ്ങൾ കേട്ടിരിക്കും, അങ്ങനെ പ്രസംഗിക്കുന്നവരുണ്ട്. അവര് ദൈവത്തെക്കാൾ കൂടുതൽ പണത്തെ സ്നേഹിക്കുന്ന ഒരു വയറിനെയാണ്. അവര് ചിന്തിക്കണം, അവരെത്ര ദശാംശം കൊടുക്കുന്നതെന്ന് ചിന്തിക്കണം. കർത്താവ് ഇവിടെ വന്നപ്പോഴ് എല്ലാത്തിനും മാതൃക കൊടുത്തിട്ടാണ് വന്നത്. ഇവിടെ തോട്ടത്തില് അത് ചെയ്യരുത് എന്ന് ഹവ്വയ്ക്ക് നേരത്തെ അറിയിപ്പ് കൊടുത്തിരുന്നു. അതിന്റെ ഇടയിൽ വന്ന പിശാച് ചോദിക്കുകയാണ്. അവിടെ തെറ്റിപ്പോയി പ്രിയ ദൈവത്തിന്റെ ജനമേ. നമ്മളും അങ്ങനെയാണ്. വചനം എടുത്ത് ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ്, നമ്മുടെ സഭയിൽ പരിശുദ്ധാത്മാവില്ലല്ലോ. തുള്ളലും ആട്ടവും പാട്ടും ഒന്നും ഇല്ലല്ലോ. അങ്ങ് പറഞ്ഞ ഇരിക്കുന്നവര് തുള്ളല് വരുമ്പോ ഓടി ചെന്ന് പാസ്റ്റർ അടുത്ത് വന്നോളൂ, ഞെരങ്ങി അങ്ങ് പോകും. അങ്ങനത്തെ തുള്ളലില്ലല്ലോ. ഇതെന്തോന്ന് തുള്ളലില്ലാത്ത ഒരു സഭ. അവിടെ ഒരു ഉണർവില്ല. അവിടെ എപ്പോഴും ഉറക്കം തൂങ്ങിയിരിക്കുന്നു. നീ വരുന്നതേ ഉറങ്ങാനാണ്, പിന്നെ മറ്റുള്ളവരെ പറഞ്ഞിട്ട് എന്താ കാര്യം? പരിശുദ്ധാത്മാവ് വരുമ്പോൾ നീ ആരായി തീരും, നീ എന്താണെന്ന് നിനക്ക് ബോധ്യപ്പെടുത്തി തരുമെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. പിശാചിന് അടിമയായി പോകുന്നു. വെളിച്ചത്തെ മറച്ചു വെക്കാൻ നോക്കുന്നു. വെളിച്ചത്തെ അന്ധകാരം കൊണ്ട് മൂടി വെക്കാൻ നോക്കുന്നു. ചില ആൾക്കാർ ഇരുട്ട് കൊണ്ട് ഓട്ട അടയ്ക്കുന്നെന്ന് പറയും അല്ലേ? ഒരിക്കലും പറ്റത്തില്ല. വെളിച്ചമാണ് എന്നുണ്ടെങ്കിൽ അതിനെ ഒന്നുകൊണ്ടും അടയ്ക്കാൻ പറ്റത്തില്ല. അത് വെളിച്ചം തന്നെ, അത് പ്രകാശിച്ചു കൊണ്ടേയിരിക്കും. നിന്നിൽ അടങ്ങിയിരിക്കുന്ന വെളിച്ചത്തെ ആർക്കും മാറ്റിക്കളയാൻ പറ്റത്തില്ല. അത് പ്രകാശിച്ചു കൊണ്ടിരിക്കും. നീ അപ്രകാരമായിരിക്കണം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, പ്രലോഭനത്തിന്റെ വിജന സ്ഥലത്ത് സാത്താന്റെ വഞ്ചനകളെ നേരിടുവാൻ എന്ത് തത്വങ്ങളാണ് ക്രിസ്തു ഉപയോഗിച്ചത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.
കർത്താവ് പിശാചിന് വചനം എടുത്ത് തന്നെ അടിച്ചു കൊടുത്തു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മൾ ആരെങ്കിലും അങ്ങനെ പറയും? വിശന്ന് തളർന്നിരിക്കുമ്പോഴാണ് വന്ന് പറയുന്നത്, നീ ഇത് അവിടെ ഇത്തിരി ആഹാരം കഴിക്കുക, 2 ദിവസമായി പട്ടിണി കിടക്കുകയാണ്. അവിടെ ക്ഷേത്രത്തിൽ കൊടുത്ത ആഹാരമാണ്, അന്നദാനം, അവിടെ പൂജിച്ചതാണ്, നീ ഇതിനൊന്ന് കഴിക്കുക. അത് കഴിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പമൊന്നുമില്ല, വിശന്നിരിക്കുകയല്ലേ. നമ്മൾ വിചാരിക്കുക അത് ശരിയാനല്ല, അത് കഴിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല. കർത്താവ് പറയുന്നത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വചനം കൊണ്ടും ജീവിക്കും. ഈ 2 ദിവസം നിന്നെ പരിപാലിക്കാൻ ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ ഇനിയും നിന്നെ ജീവനോടെ രക്ഷിക്കുമെന്ന് അറിയാതെ പോവുകയാണ്. വയറ് സമ്മതിക്കുന്നില്ല. ഇങ്ങനെ എത്ര പേർക്ക് നോക്കുവാൻ കഴിയും പ്രിയ ദൈവത്തിന്റെ ജനമേ? അതാണ് കർത്താവായ ക്രിസ്തു. ആ ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിനക്ക് നിത്യജീവൻ ഉണ്ടാകും. ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയും. കർത്താവിനെ, ദൈവത്തെയും ദൈവപുത്രനെയും വിശ്വസിക്കാത്തത് കൊണ്ടാണ് ന്യായവിധി ഉണ്ടാകുന്നത്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്ന 1-ാം ദൂതന്റെ ദൂത് അല്ലെ, നിനക്ക് ന്യായവിധി ഉണ്ടാകുന്നതാണ്. ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച അവിടെ യോന പറഞ്ഞതുപോലെ, യോന എന്താണ് പറഞ്ഞത്? നീ ആരാണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഞാനൊരു എബ്രായൻ. ഈ കടലിനെയും ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കായലിനെയും ഒക്കെ സൃഷ്ടിച്ച ആ ദൈവത്തെ ഭജിക്കുകയാണ് എന്റെ ജോലി. ഞാൻ ആരാണെന്ന് ചോദിച്ചപ്പോ ഞാനൊരു എബ്രായൻ എന്ന് പറഞ്ഞു. എന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരാണ്? ഞാൻ അച്ചാമ്മ പ്രിസ്റ്റിയാണ്. എന്താ ചെയ്യുന്നത്? ഞാൻ അധ്യാപികയായിരുന്നു, റിട്ടയർഡായി, പള്ളി നോക്കിയിരുന്നു. ഇതൊക്കെയാണ് പറയുന്നത്. നമ്മളെല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്. യോന പറഞ്ഞത് ഞാനൊരു എബ്രായനാണ്. എബ്രായന്റെ ജോലി എന്ന് പറഞ്ഞാല് ഈ കരയെയും കടലിനെയും സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കുക. അതായിരിക്കും ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ. അങ്ങനെയുള്ളവർക്ക് ന്യായവിധി ഉണ്ടാകത്തില്ല, അല്ലാത്തവർക്കാണ് ന്യായവിധി ഉണ്ടാകുന്നത്. കർത്താവിന്റെ വചനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ, ആ വെളിച്ചത്തിൽ ജീവിക്കുവാൻ, അന്ധകാരത്തെ മാറ്റിക്കൊണ്ട് വെളിച്ചത്തിൽ ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. അനേകം കാര്യങ്ങൾ, അനേകം പോയിന്റുകൾ നമ്മൾ പഠിച്ചു. ഇതിൽ എത്ര എണ്ണം നിങ്ങൾക്ക് ഓർമ്മയിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ പാഠം വലിയ പാഠമാണ്. പക്ഷെ അതില് അനേകം കാര്യങ്ങളുണ്ട്. പോയിന്റുകൾ മാത്രം ഞാൻ പറഞ്ഞു പോയി. അനേകം കാര്യങ്ങളുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ തത്വങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട്, കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്ന ആ തത്വങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കുവാൻ, ആ നിത്യജീവനെ പ്രാപിക്കുവാൻ, ആ നിത്യജീവന്റെ ഉറവ ആയിട്ട് തീരുവാൻ കർത്താവായ ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും ഉറവയിൽ നിന്ന് കുടിക്കുവാൻ കർത്താവായ ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്ന. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. അത്യുന്നതങ്ങളിൽ വികസിക്കുന്ന അടിയങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, കർത്താവെ, ശാരീരിക ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെങ്കിലും വചനം പഠിപ്പിക്കുവാൻ കർത്താവെ ഒരു അല്ലലും കൂടാതെ കാത്തു രക്ഷിച്ചു. ശബ്ദവും വെളിച്ചവും തന്നു. നന്ദി പറയുന്നപ്പ. അടിയങ്ങൾക്ക് തന്ന വചനത്തിനായി സ്തുതിക്കുന്നു. അടിയങ്ങൾ അപ്രകാരം ജീവിക്കാൻ ഒരു ദിവസം കൂടെ അടിയങ്ങൾ അങ്ങയോട് അടുത്തിരിക്കുന്നപ്പ. ജീവിക്കാൻ അടിയങ്ങളെ സഹായിക്കണം. സർവവും യേശു ക്രിസ്തുവിൽ അപേക്ഷിക്കുമ്പോൾ യാചനകൾക്കണം പരിശുദ്ധമുള്ള പിതാവേ. ആമേൻ. സ്തോത്രം. ആമേൻ. ആമേൻ. സ്തോത്രം. നല്ല അനുഗ്രഹമുള്ള പാഠമായിരുന്നു. എല്ലാം ഇതിലൊന്നും പുതിയതായിട്ടില്ല, എല്ലാം പഴയത്. നമ്മൾ കേട്ട് പഠിച്ചു കഴിഞ്ഞതായ ഒരു പാഠമാണ് നമ്മൾ പഠിച്ചത്. വളരെ നല്ല ഒരു പാഠപഠനമാണ്. ജീവന്റെ ഉറവിടം ആരിലാണ്, അതുപോലെ തന്നെ എന്തുകൊണ്ട് നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കണം, എന്താണ് വിശ്വാസം, അതുപോലെ നിത്യജീവന്റെ വചനം ആരിലാണ് ഉള്ളത്, പിന്നെ വീണ്ടും വിശ്വാസവും പൊതുജനവും ആർക്കാണ് ആവശ്യം, പിന്നെ ജീവന്റെ ഉറവിനെ ഉപേക്ഷിക്കുന്ന നല്ലതാണോ, പിന്നെ ലാസ്റ്റിലേക്ക് വരുമ്പം ശിക്ഷാവിധി ആർക്കാണ്. വളരെ നല്ല ഒരു പാഠമാണ്. ഞാൻ വലിയതായിട്ടൊന്നും പറയുന്നില്ല, എല്ലാവർക്കും എല്ലാം മനസ്സിലായി. സമയം വൈകി, അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ജീവന്റെ ഉറവിടത്തെ വിട്ട് മാറി നടക്കുന്നവർക്കാണ് ശിക്ഷാവിധി. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ജീവിക്കുക. ഇനി ഒരു പക്ഷേ ഈ പാഠം നമ്മുടെ ആയുസ്സില് ഇനിയും ഇതുപോലെയുള്ള ഈ പാഠം നമ്മുടെ ജീവിതത്തിൽ കിട്ടുമോ നമുക്കറിയില്ല. ഒരിക്കൽ കൂടി പുനർചിന്തനം ചെയ്യുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന് നാം കൊടുക്കുന്ന സ്ഥാനം, ക്രിസ്തുവിനെ നാം എത്രമാത്രം സ്നേഹിക്കുന്നു, ക്രിസ്തുവിനെ അനുസരിക്കുന്നു, നമുക്ക് ശിക്ഷാവിധി ഉണ്ടോ, നമ്മളിൽ ജീവനുണ്ടോ,
നിത്യജീവൻ നമുക്ക് ലഭിക്കുമോ? ഇതൊക്കെ നമ്മൾ നോക്കുക. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നല്ല പാഠം എടുത്ത, നല്ല പാഠം പഠിപ്പിച്ച അച്ചാമിസിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് അവർ വരാൻ തുടങ്ങി, നമുക്ക് പാട്ട് പാടാൻ നേരമില്ല. നമുക്ക് ഈ സമയം അമ്മണി